ഏറ്റവും വലുതായിട്ട് ചെറുപ്പക്കാരാ, നീ കാണുന്നത് ഒരു പെണ്ണിന്റെ കൂടെയുള്ള ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിൽ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സഹാബത്ത് ചെയ്ത ജോലി എന്താണെന്നറിയോ? അവര് മിസ്വാക്ക് ചെയ്തിട്ട് മാത്രമല്ല, വമിനൻ നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാ. എന്നെ ശ്രവിക്കാനെത്തിയവര് കേൾക്കുമോ? അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ അതേ ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോ സഹാബാത്തുകൾ ചെയ്ത മറുപടി എന്താ? പടച്ചറപ്പിന്റെ തൃപ്തി കേട്ടാൻ അവര് കൊടുത്തത് എന്തെന്നറിയോ? വമിനൻ നാസി, ചില ജനങ്ങളുണ്ട്, മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാ. അവരവരുടെ ശരീരത്തെ പണയം വെച്ചു. എന്തിനു വേണ്ടിയാ? അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. ഇബ്തിഗാ മർളാത്തില്ലാ, ഇബ്തിഗാ മർളാത്തില്ലാ. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ പോലെ സഹാബത്ത് കൊടുത്തെങ്കിൽ ഒരു മിസ്വാക്ക് ചെയ്താൽ റബ്ബിന്റെ തൃപ്തി കിട്ടുമെങ്കിൽ എന്തേ ചെറുപ്പക്കാരാ നമുക്ക് കഴിയുന്നില്ല? സഹാബത്ത് മുഴുവനും അവരുടെ ശരീരത്തെ കൊടുത്തതെന്തിനാ? ഉഹദിന്റെ രണാങ്കണത്തിൽ ഹംദത്തുൽ ഖറാറിന്റെ കൈ മുറിക്കപ്പെട്ടതെന്തിനാ? കാല് മുറിക്കപ്പെട്ടതെന്തിനാ? കുടൽമാല വെളിയിലോട്ട് ചാടിയതെന്തിനാ? വബിസയ്യിദി ശുഹദാഇ അമ്മിൽ മുസ്തഫ. ഉഹദിന്റെ രണാങ്കണത്തിൽ തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയുടെ നെഞ്ചി പിളർന്നു മാറിയിട്ട് കരളി ചവച്ചു തുപ്പി കിടക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പോലും പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ വഹിഷി നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് കൈ വെട്ടിയെടുക്കുമ്പോ, കാല് വെട്ടിയെടുക്കുമ്പോ, നെഞ്ച് പിളർന്നിട്ട് കരളി ചവച്ചു തുപ്പുമ്പോ ഹംസാ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നാളെ പരലോകത്ത് നിന്റെ മുമ്പിൽ ഹംസ വരുമ്പോ ആ സമയത്ത് നിന്റെ വിശാലമായ സ്വർഗം ചൂണ്ടിക്കാണിച്ചിട്ട്, നിനക്ക് സ്വർഗം വേണോ ഹംസ? വേണം റബ്ബ്. വേണോ ഹംസ? വേണം റബ്ബ്. എന്റെ സ്വർഗത്തിന് പകരമായിട്ട് നിന്റെ കയ്യിൽ എന്തുണ്ട് ഹംസ? എന്റെ തൃപ്തിയില്ലാത്തവർക്ക് സ്വർഗമില്ല ഹംസ. ആ സമയത്ത് അല്ലാഹുവേ, ഉഹദിന്റെ രണാങ്കണത്തിൽ വെട്ടിമുറിക്കപ്പെട്ട എന്റെ കൈകാലുകൾക്ക് പകരമായി, എന്റെ ഈ ചെതിർത്തെറിച്ച കരളിന്റെ കശനത്തിന് പകരമായി, എന്റെ ചിതറപ്പെട്ട രക്തത്തുള്ളികൾക്ക് പകരമായി എന്റെ സ്വർഗം നീ, നിന്റെ സ്വർഗം നീ എനിക്ക് നൽകണേ അല്ലാ എന്ന് ഹംസക്ക് പറയാനാ. ഹംസ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടത് പൊന്നുമോനെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ശരീരത്തെ അവർ കൊടുത്തപ്പോ ഉഹദ് രണാങ്കണത്തിൽ ഒരു സഹാബി പറയുന്നുണ്ട്, ഒരു സഹാബിയായ ചെറുപ്പക്കാരനായ സഹാബി, അദ്ദേഹം ദിവസങ്ങളായിട്ട് പട്ടിണിയില. ആരോ കൊണ്ടുപോയിട്ട് ഒരു ഈത്തപ്പഴം കയ്യിൽ കൊടുത്തു. ആ ഈത്തപ്പഴം എടുത്തിട്ട് വിശപ്പടക്കാൻ കുറെ ദിവസങ്ങളായി പട്ടിണി കിടന്ന് വിശക്കുമ്പോ ആ സമയത്തൊന്ന് വിശപ്പടക്കാൻ ഈത്തപ്പഴം വായിലോട്ട് വെക്കുമ്പോഴാണ് ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം വന്നത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നാ. അല്ലാഹുവിന്റെ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് ഓടി വരിക. അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് പറയുമ്പോ സ്വർഗത്തിലേക്ക് ഓടി വരാൻ വരുമ്പോ പടച്ചറപ്പിന്റെ തൃപ്തി വിട്ടുന്ന കാര്യമല്ലേ. തന്റെ കയ്യിലിരിക്കുന്ന കാരക്ക വിശന്ന് കിട്ടിയപ്പോ ആ സമയത്ത് വായിലേക്കിട്ട കാരക്ക വലിച്ചെറിഞ്ഞിട്ട് ആ സഹാബി പറഞ്ഞു, ഇന്നി ലാജിദു റീഹൽ ജന്നത്തി മിൻ ഖിബലി ഉഹദ്. ഉഹദ് മലയുടെ മറുഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം വരുന്നു. അത് ആസ്വദിക്കാൻ എനിക്ക് തിടുക്കമായി. ആ സ്വർഗത്തിലേക്ക് പോകാൻ ഈ കാരക്ക തിന്നുന്ന സമയം വരെ കാത്തിരിക്കാൻ കഴിയില്ല. ഇന്നഹാല ഹയാത്തുന തവീല. കാരക്ക തിന്നുന്ന സമയം വളരെ ദൈർഘ്യമാണ് പറഞ്ഞ് പട്ടിണി കിടന്നപ്പോ കിട്ടിയ കാരക്ക വലിച്ചെറിഞ്ഞിട്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോയതെന്തിനാ? വമിനൻ നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാ. പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ വരിളുവാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ തൃപ്തിയാണ് വലുതായി കരുതുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം
ചെറുപ്പക്കാരാ, പോരയിടത്ത് താമസിക്കുന്ന യൗവനത്തിന്റെ കരുത്തുറ്റ പ്രതീകമായ ചെറുപ്പക്കാരാ, എന്തേ പടച്ചറപ്പിന്റെ തൃപ്തി നിനക്ക് ഇഷ്ടമല്ല? അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് വലുതാകുന്നില്ല, നിന്റെ പാർട്ടിയുടെ തൃപ്തി നിനക്ക് വലുതാ. ഇവിടെ ധാരാളം കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ടാകും, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടാകും, KSUവിന്റെ പ്രവർത്തകരുണ്ടാവും, SDP-യുടെ പ്രവർത്തകരുണ്ടാവും, ധാരാവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും. ആയിക്കോട്ടെ, കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിൽ പ്രവർത്തിക്കട്ടെ, മാർക്സിസ്റ്റുകാരൻ മാർക്സിസ്റ്റിൽ പ്രവർത്തിക്കട്ടെ, ഓരോ പാർട്ടിക്കാരും അതിൽ പ്രവർത്തിക്കട്ടെ. പക്ഷേ പോരയിടത്ത് പടച്ചറപ്പിനിഷ്ടമുള്ളൊരു കാര്യം വന്ന്, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം വന്ന്, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം വരുമ്പോ പോരയിടത്തെ പ്രിയപ്പെട്ട കർമ്മോത്സകരായ പൊന്നു ചെറുപ്പക്കാരാ, അവിടെ ഏറ്റവും വലുത് കോൺഗ്രസ് അല്ല, അവിടെ ഏറ്റവും വലിയ മാർക്സിസ്റ്റ് പാർട്ടിയല്ല, അവിടെ ഏറ്റവും വലിയ നമ്മൾ സിന്ദാബാദ് വിളിച്ച പാർട്ടിയല്ല. അല്ലാഹുവിന്റെ കാര്യം വരുമ്പോ വലുതുവാനും പടച്ചറപ്പിന്റെ തൃപ്തിയാവലത്. അതിന് കോൺഗ്രസിന്റെ വ്യത്യാസമില്ല, മാർക്സിസ്റ്റിന്റെ വ്യത്യാസമില്ല, അതിന് പ്രവർത്തിക്കുന്നവർ അവരതിൽ തന്നെ പ്രവർത്തിക്കട്ടെ. പക്ഷെ അല്ലാഹുവിന്റെ കാര്യം വരുമ്പോ, ദീനിന്റെ കാര്യം വരുമ്പോ, മഹലിന്റെ കാര്യം വരുമ്പോ, പള്ളിയുടെ കാര്യം വരുമ്പോ ഏറ്റവും വലുതേടാ വലുതുവാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ തൃപ്തിയാണ് വലുത്. ആ തൃപ്തി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആ തൃപ്തി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, നിങ്ങൾക്കൊരു വിഷമവും തോന്നണ്ട. കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിൽ പ്രവർത്തിക്കട്ടെ, മാർക്സിസ്റ്റുകാരൻ മാർക്സിസ്റ്റിൽ പ്രവർത്തിക്കട്ടെ, പക്ഷെ അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം വരുമ്പോ അതിൽ അല്ലാഹുവിന്റെ തൃപ്തി വലുതാകട്ടെ. ഞാൻ വിഷയത്തിന്റെ വൈപുല്യം കൊണ്ട് ഒരു നാട്ടുവർത്താനം പോലും പറയാതെ പെട്ടെന്ന് വിഷയം പറഞ്ഞു പോവാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ഹഫിള സുന്നതി, ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ എന്റെ ഒരു സുന്നത്ത് നിലനിർത്തിയാൽ, അക്രമഹുല്ലാഹു ബി അർബഇ ഖിസാൽ, 4 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു അവനെ ബഹുമാനിക്കുമെന്ന്, അവളെ ബഹുമാനിക്കുമെന്ന്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്തി ശപിക്കപ്പെട്ട കാലഘട്ടത്തിൽ ആരെങ്കിലും നിലനിർത്തിയാൽ 4 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹുവിനെ ദുനിയാവിൽ തന്നെ ബഹുമാനിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ഉറക്കപ്പറ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലയോ? ആ സുന്നത്തുള്ളവനല്ലയോ നാളെ മഹ്ശറയുടെ ശഫാഅത്ത് കിട്ടുക? അവനല്ലയോ വസീലയുടെ നായകനെ കിട്ടുക? അവനല്ലയോ അല്ലാഹുവിന്റെ റസൂലിനെ കിട്ടുക? പൊന്നുപോലെ മമ്മൂട്ടിക്ക് വേണ്ടി, മോഹൻലാലിന് വേണ്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാ, അവർക്ക് വേണ്ടി നീ എത്ര സ്നേഹിച്ചാലും, അവരുടെ നാമം നീ 1000 വട്ടം പറഞ്ഞാലും, അവരുടെ സിനിമ കാണാൻ നീ ആദ്യം തിയേറ്ററിൽ കയറിയാലും, മമ്മൂട്ടി പോകുന്ന വാഹനത്തിന്റെ പുറകെ ഒരു ഫാൻസുകാരൻ പോയപ്പോ അവന് മമ്മൂട്ടിയെ കാണാനിട്ടവാ തൊടാൻ വല്ലാത്ത കൊതിയാ. വാഹനം നിർത്തിയിട്ട് തന്നെ ഒന്ന് തൊടാൻ വരുന്നവനെ മമ്മൂട്ടി വലത് കൈകൊണ്ട് അടിച്ചോടിച്ചെങ്കിൽ, പൊന്നുമോനെ മമ്മൂട്ടിക്ക് വേണ്ടി സിംബാവാദ് വിളിക്കുന്നവനെ ദുനിയാവിലൊന്ന് തൊടാൻ പോയപ്പോ മമ്മൂട്ടി കരണത്തടിച്ചെങ്കിൽ, സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുന്ന മോഹൻലാലിന്റെ കയ്യിൽ തൊടാൻ പോയ ഫാൻസുകാരനെ മോഹൻലാല് വലിച്ചു തൂക്കിയെറിഞ്ഞെങ്കിൽ, ഈ ഭൗതിക ദൈവങ്ങൾ നിന്നെ വലിച്ചെറിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്ത് നീ ജീവിതത്തിൽ ഹയാത്താക്കിയോ? ആരാരുമില്ലാത്ത പരലോകത്ത് നീ ഇങ്ങനെ നിൽക്കുമ്പോ ആ സമയത്ത് അശ്ശഫാഅത ഹബിലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇനലാഗയാ സയ്യിദി ഖൈറൻ നബി. ആ സമയത്ത് തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഏത് സമയത്ത് വന്നാലും കൗസറിന്റെ ഓരത്ത് ഞാൻ ഉണ്ടാകുമെന്ന്, ഏത് സമയത്തും നമ്മളെ കാത്തുനിൽക്കുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൂടെയോ? അല്ലാഹുവിന്റെ റസൂലിനെ ആദരിച്ചുകൂടെയോ? ഉഖ്ബാ തെരീ ഗലീമേ യൗഖറാ തെരീ ഗലീമേ, മദീനയുടെ നായകനെ, ആഖിറത്തിന്റെ പിടിവള്ളി
നബിയെ, ശഫാഅത്തിന്റെ നായകനെ, വസീലയുടെ ഉടമസ്ഥനെ, ആമിനയുടെ മുത്തുമോനെ, ഫാത്തിമയുടെ പ്രിയപ്പെട്ട ഉപ്പയെ, ലോകത്തിന്റെ തിരുദൂതരെ, ഉജാല ജിസ്കാ ദോ ജഹാ മേ വോ മേരി ആഖാ की रोशनी है, उनकी कदमों की बरकतों से ये जिंदगी आज जिंदगी है. എന്റെ പ്രവാചകനില്ലായിരുന്നെങ്കിൽ ഈ ജീവിതം ഒരു ജീവിതമാകുമായിരുന്നുവോ? മദീനയില്ലാത്ത ലോകം എന്ത് ലോകമാണ്? പാരീസിനെന്ത് സൗന്ദര്യം, വെനീസിനെന്ത് സൗന്ദര്യം, ലോസ് ആഞ്ചലസിനെന്ത് മാടകത്വം. ഈ ലോകത്തിന്റെ സൗന്ദര്യം മദീനയാണ്. പച്ചക്കുപ്പയാണ്. പച്ചക്കുപ്പയില്ലാത്ത ലോകത്തിനെന്ത് ശോഭ, പച്ചക്കുപ്പയില്ലാത്ത ലോകത്തിനെന്ത് സൗന്ദര്യം. ഈ അഖില ലോക ബ്രഹ്മാണ്ഡ ഘടാകത്തിന്റെ സൗന്ദര്യം പച്ചക്കുപ്പയുടെ കീഴിൽ കിടക്കുന്ന എന്റെ മുത്താണ്, എന്റെ ഹബീബാണ്, എന്റെ റസൂലാണ്, എന്റെ ജീവിതത്തിന്റെ അകമ്പൊരുളാണ്, എന്റെ ആദർശത്തിന്റെ സത്താണ്. ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് ജീവിതത്തിന് പകത്ത് തെറുപ്പക്കാരാ. 4 കാര്യങ്ങൾ കൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു നിന്നെ ബഹുമാനിക്കുമെന്ന് മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ആ 4 കാര്യങ്ങൾ ജീവിതത്തിൽ പറയുമ്പോൾ ഈ വിഷയം സലാത്തോടെ അവസാനിക്കുകയാണ്. ഒന്നാമത്തെ ഏതെന്നറിയോ? അത് ആർക്കും പണം കൊടുത്താൽ കിട്ടില്ല, 1000 വാരി എറിഞ്ഞാൽ കിട്ടില്ല, ഒരു അധികാരത്തിന് നൽകാൻ കഴിയില്ല. അൽ മഹബ്ബത്ത് ഫീ ഖുലൂബിൽ ബററ. ഒരു സുന്നത്ത് ജീവിതത്തിൽ ചെയ്താൽ ഒന്നാമത്തെ അനുഗ്രഹം അൽ മഹബ്ബത്ത് ഫീ ഖുലൂബിൽ ബററ. എല്ലാവരുടെയും മനസ്സിൽ നിന്നോട് വല്ലാത്ത സ്നേഹമായിരിക്കും. നീ ഒരു സുന്നിയാണോ? ഹബീബായ മുത്തിന്റെ സുന്നത്തുള്ളവനാണോ? ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും നല്ല മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നോട് വല്ലാത്ത സ്നേഹമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ ബോധ്യപ്പെടുത്തുമ്പോൾ തന്നെ അനുഗ്രഹത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് അല്ലാഹു പറയുക, വലൗ അന്നമാ ഫിൽ അർളി മിന ശജറത്തിൻ അഖലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാതുല്ലാഹ്. അല്ലാഹു പറയാണ് നബിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ മാനവരാശിയോട് പറയണം, അവൻ നിർനിമേഷനായി, നിരാശനായി, ഹതാശനായി നിൽക്കേണ്ടി വരിക. എന്നെ അനുഗ്രഹങ്ങളെ എന്നെ തിട്ടപ്പെടുത്താൻ ഒരാൾ തീരുമാനിച്ചാൽ ഈ കാണുന്ന ലോകത്തിന്റെ മുഴുവനും വനാന്തരങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന വടവൃക്ഷങ്ങൾ മുഴുവനും പേനയാക്കി മാറ്റുകയും സപ്തസമുദ്രങ്ങളിലെ ജലത്തുള്ളികൾ ആ പേനയിലെ മഷിയാക്കി മാറ്റുകയും ചെയ്തിട്ട് ലോകത്തുള്ള മുഴുവൻ വടവൃക്ഷങ്ങളെ പേനയാക്കി, സപ്തസമുദ്രങ്ങളെ നീർത്തുള്ളികളെ ആ പേനയിലെ മഷിയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ കുറിച്ച് എണ്ണാൻ, അതല്ല ഒന്ന് ഏതെങ്കിലും ഒരു പേപ്പറിലേക്കൊന്ന് കോറിയിട്ട് എഴുതാൻ ഒരാൾ തീരുമാനിച്ചാൽ അല്ലാഹു പറയുകയാ, മാ നഫിദതു കലിമാതുല്ലാഹ്. ഏകനായ പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങളെ എഴുതി തീർക്കാൻ ആ സമസ്ത സമുദ്രങ്ങളുടെ നീർത്തുള്ളികൾക്ക് പോലും സാധ്യമല്ലാത്ത വിധം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വ്യാപ്തി വലുതാണെന്ന് ഖുർആൻ ബോധിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ 114 അധ്യായങ്ങളിൽ 6666 ആയത്തുകളിലായി 30 ഭാഗങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും ഖുർആനിലൂടെ എടുത്തു ചോദിക്കുന്നതെന്താ? ഞാൻ നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നീ വിസ്മരിക്കുന്നതെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ പേര് സൂറത്തുർ റഹ്മാൻ എന്നാ. അതിൽ അല്ലാഹു ഓരോരോ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് 17 പ്രാവശ്യമാണ് അല്ലാഹു എടുത്തു ചോദിക്കുന്നത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. الرحمن علم القرآن خلق الإنسان علمه البيان والشمس والقمر بحسبان والنجم والشجر يسجدان. ഏതാണ്ട് ആയത്തുകളിൽ ഓരോന്നോരാന്നായി മാനവരാശിക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹത്തെ പറഞ്ഞിട്ട് 17 പ്രാവശ്യമാണ് ഇടയ്ക്ക് കയറിയിട്ട് അല്ലാഹു ചോദിക്കുക, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ.
ഇതെല്ലാം അറിഞ്ഞിട്ടും പടച്ചറപ്പിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ വിസ്മരിക്കുന്നിടണ്ടാ. 17 പ്രാവശ്യം അല്ലാഹു ആവർത്തിട്ട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഫബിഐ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് പടച്ചറപ്പിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ വിസ്മരിക്കുന്നിടണ്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ധാരാളം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ആരോഗ്യം നമ്മുടെ അനുഗ്രഹമാ, നമ്മുടെ ഭാര്യ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാ, നമ്മുടെ മക്കള് പടച്ചറപ്പ് നമുക്ക് നൽകിയ അനുഗ്രഹമാ, നമ്മുടെ സമ്പത്ത് നമ്മുടെ അനുഗ്രഹമാ, നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ അനുഗ്രഹമാ, നമ്മുടെ സൗന്ദര്യം നമ്മുടെ അനുഗ്രഹമാ, നമ്മുടെ ആരോഗ്യം നമ്മുടെ അനുഗ്രഹമാ, നമ്മുടെ ആയുസ് നമ്മുടെ അനുഗ്രഹമാ, അന്തരീക്ഷവായു നമ്മുടെ അനുഗ്രഹമാ. ഇങ്ങനെ 10,000 കോടാനുകോടി അനുഗ്രഹത്തെ പറഞ്ഞ് അള്ളാഹു ചോദിക്കുന്ന ഒരേ ഒരായത്ത് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. 1000 അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോ ചോദിക്കുകയാണ്, അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ. അല്ലാഹു പറയുകയാണ്, അലം നജ്അലിൽ അർള മിഹാദാ, ഈ പ്രവിശാലമായ ഭൂമി എന്ന ഗോളത്തെ ധ്രുവങ്ങളിൽ മെല്ലെ വളർന്നിട്ട് വലതുഭാഗത്ത് തളർന്നു നിൽക്കുന്ന ഗോളാകൃതിയിലുള്ള ഈ ഭൂമിയെ നിങ്ങൾക്ക് ഞാനൊരു കട്ടില് പോലെ വിരിച്ചു തന്നില്ലയോ? എന്ന് മാത്രമല്ല, വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഗോളാകൃതിയുള്ള ഭൂമിയുടെ മുകളിൽ നിങ്ങൾ ജീവിക്കുമ്പോ ആ ഭൂമി നിങ്ങളെയും കൊണ്ട് മറിയാടിരിക്കാൻ വെള്ളത്തിൽ കിടക്കുന്ന ഒരു സാധനം എപ്പോഴും ചാഞ്ചാടുമെന്നിരിക്കെ ആ സാധനത്തിന്റെ ചാഞ്ചാടാതിരിക്കാൻ അതിന്റെ മുകളിലേക്ക് പർവ്വതങ്ങളെ ആണിയാക്കി ഞാൻ ഉറപ്പിച്ചു തന്നില്ലയോ? ആദ്യം അല്ലാഹു ചോദിക്കുന്നത് ഭൂമി എന്ന അനുഗ്രഹത്തെ കുറിച്ചാ, രണ്ടാമത് പർവ്വതത്തെ കുറിച്ചാ, മൂന്നാമത് അല്ലാഹു ചോദിക്കുകയാ വഖലഖനാകും അസ്വാജാ. ആ കട്ടില് പോലെ വിരിച്ചിട്ടിരുന്ന ഭൂമിയുടെ മുകളിൽ പരസ്പരം ഇളകാതെ കിടന്നുറങ്ങാൻ നിനക്ക് ഞാനൊരു ഇണയെയും തന്നില്ലയോ? നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ ഉള്ളില് പാതിരാ സമയത്ത് മൗനാനുരാഗത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കെട്ടിപ്പിടിച്ച് ശീൽക്കാര ശബ്ദത്തോടെ കിടന്നുറങ്ങാൻ നിനക്ക് ഞാനൊരു ഇണയെ തന്നില്ല മനുഷ്യ. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ വിഷയം ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാ, ഓ വജഅൽനാ നൗമകും സുബാതാ. അള്ളാഹു പറയുകയാണ്, അടുത്ത അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കുമ്പോ അള്ളാഹു ചോദിക്കുന്നത് എന്താ? വജഅൽനാ നൗമകും സുബാതാ. നിന്റെ വിശ്രമത്തിന് വേണ്ടി നിനക്ക് ഞാൻ ഉറക്കത്തെ തന്നില്ലയോ? അതിരമാരെ ശ്രദ്ധ പതിപ്പിക്കാത്ത പലരും അശ്രദ്ധമായി കളയുന്ന പടച്ചറപ്പിന്റെ അനുഗ്രഹത്തിൽപ്പെട്ട ഈ അനുഗ്രഹത്തിൽ നിന്ന് നമുക്കിന്ന് നമ്മുടെ ഒരു ദിവസം തുടങ്ങാം. മുസ്ലിമിന്റെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാ? ഏറ്റവും വലിയൊരു അനുഗ്രഹം പടച്ചറപ്പിനെ ആസ്വദിച്ചുകൊണ്ടാ. ആ അനുഗ്രഹം ഏടെന്നറിയോ? നിങ്ങൾ ആരും അനുഗ്രഹത്തെ കുറിച്ച് ഇതേവരെ ചിന്തിച്ചിട്ടില്ല. അനുഗ്രഹമാണ് വജഅൽനാ നൗമകും സുബാതാ. നിങ്ങളുടെ വിശ്രമത്തിനു വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഉറക്കം തന്നില്ലയോ? പടച്ച തമ്പുരാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാ ഉറക്കം. ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? ഉറക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞത് വജഅൽനാ നൗമകും സുബാതാ. വിശ്രമത്തിനുതകുന്ന ഉറക്കം തന്നില്ലയോ? ഉറക്കം എപ്പോഴും സുബാത്തായിരിക്കണം. അതുകൊണ്ടാണ് ബസിന്റെ സീറ്റിൽ ചാടിയിരുന്നുറങ്ങിയാൽ ആ ഉറക്കം കൊണ്ട് ഉറക്കത്തിന്റെ ആഗ്രഹം തീരില്ല. ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിലിരുന്ന് ഉറങ്ങിയാൽ ഉറക്കം ശരിയാവില്ല. ആ ഉറക്കം സുബാത്താവണോ? അത് വിശ്രമമാകണോ? നിന്റെ വീട്ടിൽ ചരിച്ചിട്ട കട്ടിലിന്റെ മുകളിൽ സന്തോഷമായിട്ടൊന്നുറങ്ങാ. പൊന്നുമോനെ, അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാ ഉറങ്ങാൻ കഴിയുക. എത്രയോ ആളുകളാണ് ഉസ്താദേ ടെൻഷൻ കാരണം ഉറക്കമില്ല. ഒന്ന് കണ്ണടക്കാൻ കഴിയാതെ ഉറക്ക ഗുളികകൾ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന എത്രയോ ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുമ്പോ അല്ലാഹു
പറയുകയാണ്, നിനക്ക് ഞാൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പടച്ചിറപ്പ് പറയുകയാ ഉറക്കമാ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ ദിവസം തുടങ്ങുന്നത് എവിടെ നിന്നാ? അവൻ രാവിലെ ഉറക്കമെഴുന്നേൽക്കുകയാ, ആദ്യത്തെ ദിവസത്തിന്റെ ആരംഭം കുറിക്കുകയാ. അതുകൊണ്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമിനയുടെ മുത്തുമോനെ, ആദർശത്തിന്റെ തിരുദൂതരെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്തത്, ആദ്യം നിന്റെ ജീവിതത്തിന്റെ തുടക്കം നിർവഹിക്കുമ്പോ ഒരു ദിവസം ഒരു വിശ്വാസിയുടെ ജീവിതം തുടങ്ങാൻ പോവുകയാ. അവർ എഴുന്നേൽക്കുകയാ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആ സമയത്തൊരു ദിവസം ആദ്യമായിട്ടൊരു വിശ്വാസിയുടെ ദിവസം തുടങ്ങുമ്പോ അവൻ ആദ്യം പറയേണ്ട വാക്കേടാ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലുടനെ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എന്നെ കേൾക്കാനെത്തിയ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇത് വെറുതെ ബാക്കി ഒരു പ്രഭാഷണത്തിന് വേണ്ടി പറയുന്നതല്ല. ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടയൊന്നു മാറാൻ, ശൈലിയൊന്നു മാറാൻ ആദ്യം നമ്മൾ തുടങ്ങുമ്പോ ജീവിതത്തിന്റെ ആദ്യത്തെ പ്രാവശ്യം ഉറക്കത്തിൽ എഴുന്നേറ്റാലുടനെ ആദ്യം നമ്മുടെ നാവ് പൊടിയേണ്ട വാക്കേടെന്നറിയോ? അത് പടച്ചറപ്പിന്റെ തസ്ബീഹാണ്. അൽഹംദുലില്ലാഹ് സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ, സർവസ്തുതി കീർത്തനങ്ങളും നിനക്കാണ് തമ്പുരാനെ. അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. ഒരു മരണത്തിന് ശേഷം ഞാനിതാ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാ. ഒരു മരണം കഴിഞ്ഞു റബ്ബേ, കഴിഞ്ഞ 8 മണിക്കൂറായി ഞാൻ മരണത്തിലായിരുന്നു. ഇപ്പോൾ നീ എന്റെ അവയവങ്ങളെ സജീവമാക്കിയിട്ട് എനിക്ക് ജീവിതം തന്ന അല്ലാഹ് എന്നാദ്യം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ ദിവസം തുടങ്ങേണ്ടതെന്ന് പ്രവാചകന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഉറക്കം. എഴുന്നേറ്റാൽ ഉടനെ പറയണം അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. തുടങ്ങാണെന്ന് നമ്മൾ ആദ്യം പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. എന്തുകൊണ്ടാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുമ്പം അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതിന്റെ കാരണം എന്താ? 3 കാരണങ്ങളുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം പടച്ച റബ്ബിനെ സ്തുതിച്ചു, അള്ളാനെ അറിഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്തിനാ അത് പറയുന്നത്? എന്തിനാ അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. എത്ര കാരണം? എന്ത് പറയാൻ? അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ 3 കാരണങ്ങളുണ്ട്. ഒന്ന്, രാത്രിയിൽ നന്നായി ഏറ്റവും കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഒരാൾക്ക് കൃത്യമായി ഉറക്കം കിട്ടിയാലേ അവന് അന്നത്തെ പകലിൽ ഉന്മേഷം ഉണ്ടാവും. ഇല്ലെങ്കിൽ പാതിരാ സമയം പകലിരുന്ന് ഉറങ്ങും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞ വജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്കത്തെ ഞാൻ ഉറക്കം സുബാത്ത. എല്ലാ ഉറക്കം കൊണ്ട് ഉന്മേഷം ഉണ്ടാവും. നിസ്കാരത്തിരുന്ന് ഉറങ്ങും, ജുമയ്ക്ക് ഖുതുബയുടെ ഇടയിൽ ഉറങ്ങും. ആ ഉറക്കമൊക്കെ ഒരു ഉന്മേഷത്തിന്റെ ഉറക്കമല്ല. ഉറക്കം എപ്പോഴും സുബാത്താവണം. സുബാത്താകണമെങ്കിൽ ആ ഉറക്കം രാത്രിയിലാവണം. ആ രാത്രിയിലെ ഉറക്കം കൃത്യമായി ഉറങ്ങാൻ കഴിഞ്ഞാലേ നമുക്കെല്ലാവർക്കും ഉന്മേഷമുണ്ടാവൂ. ഇല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറക്കത്തിന്റെ വില എന്താ? യഥാർത്ഥത്തിൽ ഒരാൾക്ക് ശരിയായ ഉറക്കം കിട്ടാതിരുന്നാൽ ആ മനുഷ്യന് പകലിൽ ഉന്മേഷമുണ്ടാവില്ലെന്ന് മാത്രമല്ല, അവൻ അറിയാതെ ഭ്രാന്തനായി പോവുകയാ.
പലപ്പോഴും പറയാറില്ല ഉസ്താദേ, ഉറക്കമില്ലാതെ തലക്ക് ഭ്രാന്ത് പിടിക്കുകയാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, പാതിരാ സമയത്ത് കിടക്കുമ്പോ ഈ കണ്ണടയുന്നത് പോലും, നിദ്ര ഞങ്ങളെ തടുകി തലോടുന്നത് പോലും നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഒരു 3 ദിവസം തുടർച്ചയായി ഉറങ്ങാതിരുന്ന ആ മനുഷ്യൻ ഭ്രാന്തനായി പോകുമെങ്കിൽ എന്തിനേറെ സഹോദരങ്ങളെ, കഴിഞ്ഞ വേൾഡ് കപ്പ് നടക്കുമ്പോ ചൈനയിലെ ഫുട്ബോൾ പ്രേമികൾ കുറെ ആളുകൾ, ഏതാണ്ട് ഒരാൾ 3 ദിവസം ഉറക്കമളച്ചിട്ട് പാതിരാ സമയത്ത് ഫുട്ബോൾ കണ്ടപ്പോ 3-ാമത്തെ ദിവസം ആ മനുഷ്യൻ ഫുട്ബോൾ കണ്ടതിന്റെ ഇടയിൽ മരിച്ചു പോവുകയാ. ആ മനുഷ്യന് ക്യാൻസർ വന്നിട്ടല്ല, അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടല്ല, ആ മനുഷ്യന് വേറൊരു രോഗമുണ്ടായിട്ടല്ല. 3 ദിവസം തുടർച്ചയായി ഉറക്കമില്ലാതെ വന്നപ്പോ ചൈനയിൽ കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന സമയത്ത് മരിച്ചു പോയെങ്കിൽ, ഉറക്കമില്ലാത്ത അവസ്ഥ പോലും ഭ്രാന്തമായ മരണത്തിലേക്ക് നടക്കുമെങ്കിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ വലിപ്പം എത്രയാ. ആ അനുഗ്രഹത്തിന്റെ പേരിലാണ് അള്ളാഹുവേ എനിക്ക് നന്നായിട്ടൊന്ന് കിടക്കുമ്പോ ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ സമനില തന്നെ തെറ്റിപ്പോകുമല്ലാ. അതുകൊണ്ട് അല്ലാഹുവേ ആ ഉറക്കം എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ തന്ന, ഒന്ന് സുഖമായിട്ട് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണല്ലാ. വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്, ഒരു ദിവസം തുടങ്ങുമ്പോ എന്തിനാ ഇത് പറയുന്നത്? എന്തിനാ? ഉറക്കത്തീന്നെഴുന്നേറ്റ ആളുടനെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം നമുക്ക് ഉന്മേഷമുണ്ടാവും, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം ശരിയാവും. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ? രണ്ടാമത്തെ കാരണം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചു കൊള്ളുക, രണ്ടാമത്തെ കാരണം എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, അന്നൗമ അഖുൽ മൗത്, ഉറക്കം മരണത്തിന്റെ സഹോദരനാ, ഉറക്കം മരണത്തിന്റെ സഹോദരനാ, ഉറക്കം മരണത്തിന്റെ സഹോദരനാ. നീ ഒരു മരണം കഴിഞ്ഞെഴുന്നേറ്റതാണ്, നിന്റെ ജീവിതത്തിൽ ഒരു മരണം നടന്നുകൊണ്ട് കഴിഞ്ഞിരിക്കുകയാ. എന്റെ ശബ്ദം കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പാതിരാ സമയത്ത് ഇശാ നമസ്കാരം കഴിഞ്ഞ് കിടപ്പറയിലോട്ട് പോയി കിടന്ന രാവിലെ എഴുന്നേൽക്കുന്നത് വരെ ഓരോ ദിവസവും ഓരോ മനുഷ്യനും ഒരു പ്രാവശ്യം മരിക്കുന്നുണ്ട്. ആ മരണം എപ്പോഴാത് ഉറക്കം ഒരു മരണമാ എന്ന് പറയാനുള്ള കാരണം എന്താ? ഇത് ബാക്കി വെറുതെ പറഞ്ഞതല്ല, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയട്ടെ. നമ്മളെല്ലാവരും വീടിന്റെ ഉള്ളിൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ, ഭാര്യയുടെ അടുത്ത് കിടക്കുമ്പോ, മക്കളെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ നമ്മൾ അറിയാത്തൊരത്ഭുതം നടക്കുന്നുണ്ട്. ജീവിതമേ ഒരത്ഭുതമാണ്, അത്ഭുതമേ ഈ ജീവിതം. ആരും അറിയാതെ പോരേടത്തെ പള്ളിക്കല് ഗണപതി നടയുടെ ഭാഗത്തുള്ള വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ആ സമയത്തൊരു വലിയ അത്ഭുതമായ കർമ്മം നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അല്ല തന്നെ പറയുന്നുണ്ട് ഖുർആനിലൂടെ, ഇത് വാറോല പറയുന്നതല്ല. നമ്മളെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ അള്ളാഹു പറയുകയാണ്, അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു ല്ലതീ ഖലാ അലൈഹൽ മൗത് വയുർസിലുൽ അല്ലാഹ് പറയുകയാണ്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, പാതിരാ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് അല്ലാഹു ഓരോരുത്തരെയും മരിപ്പിക്കുകയാ. നമ്മൾ കിടന്നുറങ്ങുമ്പോ നമ്മുടെ ശരീരത്തിന്റെ ആത്മാവ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹു തിരിച്ചു വിളിക്കുമ്പോ ഓരോരുത്തരെ, ഞാൻ ഉറങ്ങുമ്പോ അഹമ്മദ് കബീറിന്റെ റൂഹിനെ, നിങ്ങൾ ഉറങ്ങുമ്പോ നിങ്ങളുടെ ആത്മാവിനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹു വിളിക്കുമത്രേ. അള്ളാഹു പറയുകയാണ്, വല്ലതീ ലം തമുതു ഫീ മനാമിഹാ
ആരുടെ മരണമാണോ പാതിരാ സമയത്ത് അന്നത്തെ പാതിരാ തിരവന് മരിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ റൂഹ് പിന്നീട് ശരീരത്തോട്ട് തിരിച്ചു വരില്ല. അള്ളാഹു പറയുകയാണ്, പടച്ചറപ്പിന്റെ അടുക്കലേക്ക് വിളിക്കുമ്പോ പിന്നെ ആ റൂഹ് വരില്ല മോനെ, രാവിലെ എഴുന്നേക്കാൻ നിനക്ക് കഴിയില്ല. ചില റൂഹുകളെ അള്ളാഹു തിരിച്ചു വിടില്ല, ആ രാത്രിയിൽ തന്നെ മരിപ്പിക്കുകയാ. അതല്ല വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ. ചില റൂഹുകളെ അള്ളാഹു തിരിച്ചു പറന്നു വിടും. രാവിലെ എഴുന്നേറ്റ് ഒരു പകല് കൂടി നിന്റെ ആയുസിനുണ്ടാവട്ടെ, അന്ന് രാത്രി വീണ്ടും തിരിച്ചു വിളിക്കും. പോരേടത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാ സമയത്ത് നിന്റെ വീടിന്റെ ഉള്ളിൽ നീ കിടന്നുറങ്ങുമ്പോ നിന്റെ ആത്മാവ് പടച്ചറപ്പിന്റെ അടുക്കലേക്ക് പോവുകയാ. അതിനെങ്ങാനും അള്ളാഹു തിരിച്ചിനി ആ ശരീരത്തിൽ വീണ്ടെന്ന് തീരുമാനിച്ച രാവിലെ അന്ന് ലോഹറിന് നിന്റെ മയ്യത്തിന്റെ കുടിമോനെ പോരേടത്തെ പള്ളിയുടെ ഖബർസ്ഥാനിൽ കുരുക്കപ്പെടും. പാതിരാ സമയത്ത് സെക്കൻഡ് ഷോയും കണ്ട് കള്ളുകുടിക്ക് വീർത്ത വയറുമായി കിടത്തുറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, മദ്യപിച്ച കള്ളും വയറ്റുള്ളിൽ കിടന്നിട്ട് മരന്ന് കിടക്കുമ്പോ ഓർക്കുന്നുണ്ടോടാ പൊന്നുമോനെ, എന്റെ റൂഹ് പടച്ചറപ്പിന്റെ അടുക്കലേക്ക് പോവുകയാ. അല്ലാഹു തിരിച്ചു വിടണ്ടെന്ന് തീരുമാനിച്ച ഒരു മുഴുക്കുടിയനായ രീതിയിൽ നീ പടച്ചറപ്പിന്റെ മുമ്പിൽ മരിച്ചു വീടുകയാ. നിന്റെ ഖബറിന്റെ അവസ്ഥ എന്താ? നിന്റെ പരലോകത്തിന്റെ അവസ്ഥ എന്താ? മരണമെന്ന് പറഞ്ഞാൽ അതും ആ ഉറക്കമെന്ന് പറഞ്ഞാൽ അത് മരണത്തിന്റെ സഹോദരനാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വീണ്ടും വിചാരത്തിന് തയ്യാറെടുക്കുക. സെക്കൻഡ് ഷോയും കഴിഞ്ഞ് മദ്യപിച്ചിട്ട് വീട്ടിലോട്ട് വരുമ്പോ ഒരു തുള്ളി മദ്യം വയറ്റുള്ളിൽ കിടന്നിട്ടാ എഴുന്നേക്കാ കടിയില്ല മോനെ, തിരിച്ചു വരില്ലടാ മോനെ. ആരടി മണ്ണിലേക്ക് പോകും ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. ആ സമയത്ത് ചില ആളുകളെ ഞാൻ മരിപ്പിക്കുമെന്ന്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം നമ്മോട് പറഞ്ഞത്. രാവിലെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വന്ന് രാവിലെ കണ്ണു തുറന്നെഴുന്നേക്കുമ്പോ ഒരു ദിവസം നിന്നെ മക്കളെ ഒന്നുകൂടി കാണാൻ കഴിഞ്ഞാൽ, ഭാര്യ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ, ആ സമയത്ത് പറയണം, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. റബ്ബേ, ഒരു മരണം കഴിഞ്ഞ് നീ എന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. ഈ എഴുന്നേൽക്കല് താൽക്കാലികമാ. വഇലൈഹിൻ നുശൂർ, അവസാനം നിന്റെ അടുക്കലേക്ക് ഞാൻ തിരിച്ചു വരുമല്ലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മരണത്തിന്റെ സഹോദരന ഒരു മരണം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണ്. രാവിലെ ഉറക്ക വിളിച്ചു എഴുന്നേറ്റില്ല. കാരണം എന്താ? അവരെത്രയോ ആരോഗ്യത്തോടു പോയി കിടന്നവരാ. രാവിലെ പാതിരാ സമയത്ത് ഉറക്കത്തിന് പോകുമ്പോ അവരെത്ര കീർത്തിയുള്ളവരാ, അവരെത്ര ആരോഗ്യമുള്ളവരാ. പക്ഷേ രാവിലെ തട്ടി വിളിക്കുമ്പോ വാപ്പാടെ ശരീരത്തിന്റെ ചൂട് നഷ്ടപ്പെട്ടു പോയി, എവിടെയാന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ റമളാനില് മണക്കാട് ജുമാ മസ്ജിദിൽ ഞാൻ ജോലി ചെയ്യവേ, മണക്കാട് സെൻട്രൽ ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റിന്റെ പ്രിയപ്പെട്ട അതിന്റെ പ്രസിഡന്റ് അൽഫാ അബ്ദുൽ ഖാദർ ഹാദി അന്നത്തൊരു മരണത്തിന്റെ കഥ പറഞ്ഞെന്നോട്. വൈകുന്നേരം അന്നത്തെ തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഏറ്റവും വലിയ സംഘടനയായ മുസ്ലിം അസോസിയേഷന്റെ പ്രസിഡന്റ്, റിട്ടയർഡ് IAS കാരനാ. തലേ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് സൽക്കരിച്ചപ്പോ വെജിറ്റേറിയൻ ഭക്ഷണമാ. അയാള് പറഞ്ഞു, എനിക്ക് വെജിറ്റേറിയൻ അല്ല, നാളെ വൈകുന്നേരം ഞാൻ വരും, ആ സമയത്ത് എനിക്ക് ഏറ്റവും നല്ല നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടാക്കണം, മാംസത്തിന്റെ ഭക്ഷണം. കൂട്ടുകാരാ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം അന്നത്തെ ദിവസം പിറ്റേ ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള മാംസത്തിന്റെ വിഭവങ്ങൾ ഒരുങ്ങി. തലേ ദിവസം യാത്ര പറഞ്ഞ് പിറ്റേ ദിവസം ഭക്ഷണം ഒരുക്കണമെന്ന് പറഞ്ഞ് അന്ന് തലേ ദിവസം രാത്രി 12 മണിയായി. അൽവാദി എന്നോട് പറഞ്ഞു, ഉസ്താദേ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നുണ്ട്, എന്താന്ന്
പോയി ഫോൺ എടുക്കുമ്പോൾ റിട്ടയർഡ് IPSകാരന്റെ ഭാര്യ മറുഭാഗത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് ഉറങ്ങാൻ കിടന്നടാ. പാതിരാ സമയത്തൊന്ന് വിളിച്ചു നോക്കിയപ്പോ വിയർപ്പിൽ വല്ലാതെ മുങ്ങിക്കുളിച്ചു കിടക്കുന്നു. വിളിച്ചിട്ട് എന്റെ ഭർത്താവ് അനങ്ങുന്നില്ല. റിട്ടയർഡ് IPSകാരൻ മരിച്ചുപോയി. ഭാര്യയോട് കിടപ്പറയിൽ കെട്ടിപ്പിടിച്ച് കിടന്നടാ. പാതിരാ സമയത്ത് അസ്രായീൽ വന്നു. ആ മനുഷ്യൻ അവിടെ കിടന്നു പിടഞ്ഞു. അസ്രായീൽ എന്ന മരണദൂതം വന്നപ്പോ അടുത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിഞ്ഞില്ല. അടുത്ത് കിടക്കുന്ന ഭർത്താവിന്റെ ചാരത്ത് മരണം നടക്കുന്നുണ്ട്. ആ മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. പിറ്റേ ദിവസം അദ്ദേഹത്തിന് വേണ്ടി മാംസത്തിന്റെ ഭക്ഷണം ഒരുക്കിയപ്പോ പിറ്റേ ദിവസം അസറായപ്പോ ആ മനുഷ്യന്റെ മാംസപ്പുഴുക്കൾ തിന്നാൻ തുടങ്ങി. പിന്നെ ആ മനുഷ്യനെ കുറിച്ച് യാതൊരു വിധ വിവരവുമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, രാത്രി സമയത്ത് കിടന്നുറങ്ങാൻ പോകുമ്പോ wudu എടുക്കണേ. ആ wudu എടുത്തിട്ട് ഉറങ്ങാൻ നേരത്ത് wudu എടുക്കണേ. എന്നിട്ട് wudu എടുത്തിട്ട് കട്ടിലിൽ പോയിട്ട് ഫാത്തിഹ ഓതണേ. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം പറയണേ. എന്നിട്ട് കിബിലയുടെ നേരെ തിരിഞ്ഞു കിടക്കണേ. നീ മരിക്കാൻ പോവുകയാ. ആ സമയത്ത് പാതിരാത്തിലെങ്ങാനും നിന്റെ റൂഹ് പോയാ അത് വുദൂഓട് കൂടിയായിരിക്കട്ടെ, അത് തസ്ബീഹ് പറഞ്ഞ നാവോട് കൂടെ ആയിരിക്കട്ടെ, അത് നിന്റെ ശുദ്ധിയോട് കൂടെ ആയിരിക്കട്ടെ. ആ സമയത്ത് നിന്റെ റൂഹ് പിടിച്ചാൽ അത് കിബിലയുടെ നേരെ ആയിരിക്കട്ടെ. അതുകൊണ്ടാണ് ഉറക്കത്തിന് ഇത്രയേറെ മര്യാദകൾ പറഞ്ഞത്. ഇതൊന്നും നിസ്സാരമല്ലടാ. ലോകത്തിന്റെ ആഭാസങ്ങൾ മുഴുവനും ചാനലുകളിലൂടെ കണ്ടിട്ട് മലന്ന് കിടന്നുറങ്ങുന്ന അഭിനവകാല മാംസപിണ്ഡങ്ങളായി പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം കുടുംബമേ, പാതിരാ സമയത്തുറങ്ങുന്ന നേരത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ മറന്നു പോയ പാഠമാ. ഇദാ കാന ജുനുഹുൽ ലൈലി ഫകഫൂ സിബിയാനകും വഅഗ്ലികൂ അബ്വാബകും. രാത്രിയായ ഉമ്മ നിന്റെ വീട്ടിലെ മുഴുവൻ പാത്രങ്ങളും മൂടി വെക്കണം, നിന്റെ വാതിലുകളെല്ലാം അടക്കണം. എന്നിട്ട് നിന്റെ മക്കളെ കിടത്തി ഉറക്കണം. ആ മക്കളെ കിടത്തി ഉറക്കുമ്പോ മക്കളുടെ തലയിൽ കൈവച്ചിട്ട് 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം, ഫാത്തിഹ ഓതണം. എന്നിട്ടേ മക്കളെ കിടത്തിയുറക്കാവൂ. നാളെ എങ്ങാനും നിന്റെ പൊന്നുമക്കള് കണ്ണു തുറക്കാതെ വന്നാ അവര് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ രീതിയിൽ അവരല്ലാഹുവിന്റെ നാമം കേട്ട രീതിയിൽ മരിച്ചു പോകട്ടെ എന്നീ ആദാബുകളും മര്യാദകളും പഠിപ്പിച്ചിരുന്നത് എന്തിനാ? കാലഘട്ടത്തിന്റെ അനുസ്യൂതമായ പരിഷ്കാരത്തിന്റെ പ്രവാഹം വന്നപ്പോ എല്ലാം വലിച്ചെറിഞ്ഞ പെണ്ണ് പാതിരാ സമയത്തുറങ്ങാൻ പോകുമ്പോ ആ സമയത്ത് ഐഡിയ സ്റ്റാർ സിംഗർ കണ്ട്, നിന്റെ ഒടുക്കത്തെ സീരിയൽ കണ്ട് ആ സമയത്ത് നപുംസകത്തെ പോലെ കിടന്നുറങ്ങാനല്ല, ഖുർആൻ ഓതി wudu എടുത്ത് കിബിലക്ക് നേരെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് കിടക്കണം. കാരണം മരിക്കാൻ പോവുകയാ. ഒരാള് പറഞ്ഞു നിന്റെ മരണം ഉറപ്പാ, അരമണിക്കൂറിന്റെ ഉള്ളിൽ നീ മരിക്കും. ആ സമയത്ത് നീ ചെയ്യാവുന്നതെന്തൊക്കെയുണ്ടോ? ഇതാ ഒരു ചെറിയ മരണം വരാൻ പോകുന്നു. നിദ്ര നിന്നെ തടുകി തലോടാൻ പോകുന്നു. രാവിലെ സൂര്യകിരണത്തിന് അരുണോദയം, നാളെ കിടക്കിന്റെ നവസ്ഥലീല സൂര്യോദയം കാണുമോ? അസ്തമയ സൂര്യന്റെ ചെഞ്ചായം മാറുമോ? നാളത്തെ ഭൂമിയുടെ ചരമഗീതം ഞാൻ കേൾക്കുമോ? നാളത്തെ കിളി പാട്ട് പാടുമോ? നാളത്തെ കുയിലിന്റെ നാദം എന്റെ ചെവിയിൽ ഞാൻ കേൾക്കുമോ? അതല്ല നാളെ രാവിലെ ഞാൻ കേൾക്കുന്നത് എന്റെ ഭാര്യയുടെ പൊട്ടിക്കരച്ചിലാകുമോ? എന്റെ മക്കളുടെ പൊട്ടിക്കരച്ചിലാകുമോ? ഫനാദാകൽ ഹബീബ് ഫലം തുജിബു വഖുർബുക ഫി ദുനിയാ സരീഉൽ ഇജാബതി. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, കിടപ്പറയിലേക്ക് ഞാൻ പോവുകയാണ്. നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമോ? എന്റെ മയ്യത്ത് കട്ടിലിന്റെ പുറകിൽ എന്റെ കൂട്ടുകാർ ഉറക്കെ പറയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതെന്റെ അവസാനത്തെ ഉറക്കമോ? ഇതെന്റെ അവസാനത്തെ രാത്രിയോ? നാളെ ആയിരിക്കുമോ എന്റെ മക്കൾ യതീമീങ്ങളാവുന്നത്? വസാറബനൂക ഐതാമൻ സിഗാറാ
وعانك يرسك البعير الجديد അല്ലാഹുവേ അല്ലാഹുവേ അറിയില്ല എനിക്കതുകൊണ്ട് വളുവെടുത്ത് സലാത്ത് ചൊല്ലി ഇഖ്ലാസ് ചൊല്ലി ഞാൻ കിടക്കുകയാണ്. നാളെ രാവിലെ എഴുന്നേറ്റാൽ അതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് 1000 വട്ടം ആവർത്തിച്ചു പറയണം അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹു ഈ സ്തുതി കീർത്തനം ഈ നന്മയുടെ വാക്ക് നമ്മുടെ നാവിൽ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. രണ്ടാമത്തെ കാരണം വിശദീകരിച്ചാൽ അങ്ങനെ തന്നെ വിശദീകരിച്ചു. 3 അൽഹംദുലില്ലാഹ് എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഇനി രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും. അല്ലാഹു നമുക്ക് കേൾക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, വായി വിളിച്ചിരിക്കുക. ഇത്രയും നല്ലൊരു വിഷയം പറഞ്ഞിട്ട് നിങ്ങൾ വായി വിളിച്ച് കേൾക്കുക, അന്തം വിട്ട് കേൾക്കാതെ. ഇതിന്റെ അകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ എത്രയാ? ഇതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ എത്രയാ? കിടക്കാൻ പോകുമ്പോ ഒതുവെടുക്കണമെന്നൊക്കെ പറയണേ ഇതുകൊണ്ടാ. മരിച്ചു പോകുമ്പോ ഒതുവോടുകൂടി പോവട്ടെ. മരിച്ചു പോകുമ്പോ ആരെങ്കിലും വളുവുള്ളവനായി മരിച്ചുപോയാൽ, ആരെങ്കിലും മരിക്കുന്ന സമയത്ത് വളുവുള്ളവനായ അവസ്ഥയിൽ മരിച്ചുപോയാൽ എന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ യാതൊരുവിധ തടസ്സങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളുവുള്ള രീതിയിൽ മരിച്ചാൽ പിന്നെ സ്വർഗത്തിൽ പോകാൻ വേറൊരു തടസ്സം ഉണ്ടാവില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 3ാമത്തെ കാരണം ഹംദ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഹംദ് എന്തുകൊണ്ട്? നാളെ പരലോകത്തിൽ നമ്മൾ രക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ഭാരം അറിയുന്നത് എപ്പോഴാ? ആ വാക്കിന്റെ ഭാരം നമ്മൾ തിരിച്ചറിയും. എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാനല്ല, പ്രയോജനകരമായ ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ. കേൾക്കുന്ന അല്ലാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ, എനിക്കും നിങ്ങൾക്കും. കാരണം എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരവേ ആയിഷ റളിയല്ലാഹു തആല നിസ്കാരപ്പാലിരുന്ന് പൊട്ടിക്കരയാ. ഹബീബായ നബി ചോദിച്ചു, ആയിഷ കരയുന്നത് എന്തിനാ? ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി, യാ റസൂലല്ലാഹ്, പരലോകമൊത്തിട്ട് കരഞ്ഞതാ നബിയേ. ഇതാണ് വീട്, ഇതാണ് പ്രതിഭാലോകത്തിന്റെ ആഖിറത്തിന്റെ കുടുംബം. ഭർത്താവ് പള്ളിയിൽ നിസ്കാരത്തിന് പോയി, വീട്ടിലിരിച്ച് നിസ്കരിക്കുന്ന ഭാര്യ പരലോകമൊത്തിട്ട് പൊട്ടിക്കരയുകയാ. എന്തിനാണ് ആയിഷ കരയുന്നത് നബിയേ? പരലോകമൊത്തിട്ട് കരഞ്ഞതാണ് നബിയേ. ആഖിറമൊത്തിട്ട് കവിൾ തടത്തിലൂടെ ഒരു തുള്ളി കണ്ണുനീര് വന്ന ആളുകൾ അവിടെ ഞാനും നിങ്ങളും അതിൽ സമന്മാരാ. എന്തിനാണ് ആയിഷ പരലോകമൊത്തത്? അല്ലാഹുവിന്റെ റസൂലേ, തിരുദൂതരേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ പരലോകത്ത് ഞാൻ വന്നു നിൽക്കുമ്പോ, ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ, ആ സമയത്ത് പരലോകത്ത് ആയിഷേകയാകുമ്പോ എന്നെ സഹായിക്കാൻ അങ്ങുണ്ടാകുമോ തിരുദൂതരേ? ചോദ്യത്തിന് മറുപടിയായി പരലോകത്തിന്റെ നായകന്റെ പ്രതിപ്രവചനം വന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, നാളെ പരലോകത്ത് 3 സ്ഥലങ്ങളിൽ, നാളെ പരലോകത്ത് 3 സ്ഥലങ്ങളിൽ ഒരാളും മറ്റൊരാളെ തിരിഞ്ഞു നോക്കില്ല ആയിഷ. വലാ തദിറു വാസിറത്തുൻ വിസ്റ ഉഖറാ വലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സആ.
അന്ന് അവനവൻ പ്രവർത്തിച്ച കർമ്മങ്ങളല്ലാട് ഒരാൾക്കും ഒരാളെ സഹായിക്കാൻ പറ്റാത്ത മൂന്നവസ്ഥകൾ പരലോകത്തുണ്ട് ആയിഷ. അതിലൊന്നാമത്തേതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ബാക്കി രണ്ടും വിശദീകരിക്കാനുള്ള സമയം എന്റെ മുമ്പിലില്ല. ഒന്നാമതായി പറഞ്ഞത് ആയിഷ, ഈ ഭൂമിയിലെ നാം ചെയ്ത നന്മകളും തിന്മകളും അല്ലാഹു മീസാൻ എന്ന ത്രാസിൽ തൂക്കി നോക്കുന്ന സമയം ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ആയിഷ, ഒരണുമണി തൂക്കം നന്മ ഈ ഭൂമിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മീസാൻ എന്ന ത്രാസിന്റെ ഭാഗത്തേക്ക് നിൽക്കുന്ന സമയം, മീസാൻ എന്ന ത്രാസിന്റെ ചുവട്ടിൽ ആയിഷ, അവിടെ നീ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ നോക്കില്ല ആയിഷ, നിന്നെ ഞാൻ പരിഗണിക്കില്ല ആയിഷ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയവേ ആയിഷ റളിയല്ലാഹു തആല പൊട്ടിക്കരയുകയാ. ഭാര്യക്ക് ഭർത്താവിനെ വേണ്ടാത്ത, വാപ്പയ്ക്ക് മക്കളെ വേണ്ടാത്ത, ബന്ധങ്ങള് ബന്ധനങ്ങളായി മാറുന്ന ഇബ്രാഹിം നബി പൊന്നുമോൻ ഇസ്മായിലിനെ കണ്ടാൽ കാണാതെ പിന്തിരിഞ്ഞു പോകുന്ന മീസാൻ എന്ന ത്രാസില് പൊന്നുമോനെ ഏറ്റവും വലിയ ഭാരം കിട്ടുന്ന അമലേടാ, ഏറ്റവും ഭാരം കിട്ടുന്ന അമലേടാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. പരമാവധി അൽഹംദുലില്ലാഹ് പറഞ്ഞു. അത് മീസാൻ എന്ന ത്രാസില് ഏറ്റവും ഭാരമുള്ള വാക്കാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മീസാൻ എന്ന ത്രാസില് ഏറ്റവും ഭാരമുള്ള വാക്കാണ് അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ നജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. ഇതൊന്നും വാക്കവിയുടെ വാക്കല്ല, അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്താണ്. നൂഹ് നബി പറഞ്ഞില്ലേ, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, ഈ അവിശ്വാസികളിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാ. ജലപ്രളയത്തിന് സർവ്വതും മുങ്ങിത്താടുമ്പോ ആ സമയത്ത് നൂഹ് നബി പറഞ്ഞു, റബ്ബേ നിനക്കാണ് സ്തുതി, അതിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാ. 86ാമത്തെ വാർദ്ധക്യത്തിന്റെ വയസ്സിൽ പൊന്നുമോനായ ഇസ്മായിലിനെ കൊടുത്തപ്പോ ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞതെന്താ, അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. 86 വയസ്സായ ഈ വയോവൃദ്ധന് ഒരു തലമുറ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ഒരു പൊന്നുമോനെ എനിക്ക് തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം നബിയും പറഞ്ഞു, അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ മുമ്പിലിരിക്കുന്ന വയസ്സന്മാരെ, നിങ്ങൾക്ക് മക്കളെ തന്നതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ പ്രിയപ്പെട്ട ആളുകളെ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ മുമ്പിൽ എഞ്ചിനീയറിംഗിന് പഠിച്ച, MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, പൊന്നുമക്കളെ പറയണം. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ദാവൂദ് നബി, സുലൈമാൻ നബി അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇതെന്തോ ഒരു വാക്കാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഒരു വാക്കിന്റെ അർത്ഥം മാത്രം ഞാൻ എങ്ങനെയാണ് ഈ സമയത്ത് പറഞ്ഞു തീർക്കുക? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സമയത്തും പറഞ്ഞില്ലേ, വാഹനത്തിൽ കയറിയാ പറയണ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മലമൂത്ര വിസർജനത്തിന് പോയാൽ പറയണം അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയല്ലദാ വഅഫാനി. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാ പറയണം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്.
എന്തിനേറെ സഹോദരങ്ങള്, ഒരു രോഗിയെ കണ്ടാൽ ആ സമയത്തും പറയണം അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി. ഒരു ക്യാൻസർ രോഗിയെ കണ്ടാ, ഏതെങ്കിലും ഒരു രോഗമുള്ള മനുഷ്യനെ കണ്ടാ ഇത് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ, വഖാലു അൽഹംദുലില്ലാഹില്ലദീ നജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. ഇതൊന്നും വാക്കവിയുടെ വാക്കല്ല, അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്താണ്. നൂഹ് നബി പറഞ്ഞില്ലേ, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, ഈ അവിശ്വാസികളിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാ. ജലപ്രളയത്തിൽ സർവ്വതും മുങ്ങിത്താടുമ്പോ ആ സമയത്ത് നൂഹ് നബി പറഞ്ഞു, റബ്ബേ നിനക്കാണ് സ്തുതി, അതിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാ. 86ാമത്തെ വാർദ്ധക്യത്തിന്റെ വയസ്സിൽ പൊന്നുമോനായ ഇസ്മായിലിനെ കൊടുത്തപ്പോ ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞതെന്താ, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. 86 വയസ്സായ ഈ വയോവൃദ്ധന് ഒരു തലമുറ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ഒരു പൊന്നുമോനെ എനിക്ക് തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം നബിയും പറഞ്ഞു, അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ മുമ്പിലിരിക്കുന്ന വയസ്സന്മാരെ, നിങ്ങൾക്ക് മക്കളെ തന്നതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ പ്രിയപ്പെട്ട ആളുകളെ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ മുമ്പിൽ എഞ്ചിനീയറിംഗിന് പഠിച്ച, MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, പൊന്നുമക്കളെ പറയണം. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ വഖാലു അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ദാവൂദ് നബി, സുലൈമാൻ നബി അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇതെന്തോ ഒരു വാക്കാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഒരു വാക്കിന്റെ അർത്ഥം മാത്രം ഞാൻ എങ്ങനെയാണ് ഈ സമയത്ത് പറഞ്ഞു തീർക്കുക? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സമയത്തും പറഞ്ഞില്ലേ, വാഹനത്തിൽ കയറിയാ പറയണ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മലമൂത്ര വിസർജനത്തിന് പോയാൽ പറയണം അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയല്ലദാ വഅഫാനി. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാ പറയണം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്തിനേറെ സഹോദരങ്ങള്, ഒരു രോഗിയെ കണ്ടാൽ ആ സമയത്തും പറയണം അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി. ഒരു ക്യാൻസർ രോഗിയെ കണ്ടാ, ഏതെങ്കിലും ഒരു രോഗമുള്ള മനുഷ്യനെ കണ്ടാ ആ സമയത്ത് പറയണം അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. എന്താണ് കാരണം? മിമ്മ ഇബ്തലാക ബിഹി, നിന്റെ ഈ അടിമക്ക് കൊടുത്ത രോഗം നീ എനിക്ക് നൽകിയില്ലല്ലോ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതെങ്കിലും ഒരു രോഗിയെ കാണുമ്പോ ഒരാൾ ഈ ദുആ പറഞ്ഞാൽ ആ രോഗിക്ക് വന്ന രോഗം ഇവന്റെ ജീവിതത്തിൽ വരികയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ പ്രതിരോധമേടാ, ക്യാൻസർ രോഗിയെ കാണുമ്പോ ഈ ദുആ പറയണം, ക്യാൻസർ നിന്റെ ജീവിതത്തിൽ വരികയില്ല. ഏറ്റവും വലിയ പ്രതിരോധം മന്തി കൊതുകിനെ കൊല്ലലല്ല, റബ്ബർ ചിരട്ടയെടുത്ത് കമത്തി വെക്കലല്ല. പൊന്നുമോനെ, ഈ ദുആ ക്യാൻസർ രോഗിയെ കാണുമ്പോ, ഇവിടെ അടുത്ത് ബനാത്തിൽ പഠിക്കുന്ന ഒരു പൊന്നുമോളുണ്ട്, 18 വയസ്സുള്ള പൊന്നുമോള്. അവൾ എപ്പോഴും ക്യാൻസർ രോഗികളെ കാണുമ്പോഴെല്ലാം ആ പൊന്നുമോള് പറയും അൽഹംദുലില്ലാഹ്
ബില്ലാഹില്ലദീ അഫാനി മിമ്മ ബതലാക ബിഹി. ഈ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച അല്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. ഏത് ക്യാൻസർ രോഗിയെ കണ്ടാലും ആ പൊന്നുമോൾ ഈ ദുആ പറയും. അവൾ ഈ അടുത്ത സമയത്ത് പറഞ്ഞ കഥയാണിത്. ഒരു ദിവസം അവളുടെ വയറിന് വേദനയായി. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ ആമാശയത്തിൽ ക്യാൻസറാ. എല്ലാ സ്കാനിങ്ങിലും റിസൾട്ട് അവൾക്ക് ക്യാൻസറാ. ആ പൊന്നുമോള് പറഞ്ഞു, എനിക്ക് ക്യാൻസർ വരില്ല, എനിക്ക് ക്യാൻസർ വരില്ല, എനിക്ക് ക്യാൻസർ ഇല്ല. ഡോക്ടർമാര് മുഴുവനും ഉറപ്പിച്ചിട്ടും റിസൾട്ടുകൾ വന്നിട്ടും സ്കാനിൽ വന്നിട്ടും അവള് പറഞ്ഞു, ഇല്ല ഇല്ല, എനിക്ക് ക്യാൻസർ വരുന്ന പ്രശ്നമില്ല. എറണാകുളം ലേക്ഷോറിൽ രണ്ടാമത്തെ പരിശോധന നടന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞവൾക്ക് ക്യാൻസറിന്റെ പ്രശ്നമേ ഇല്ല. ഉസ്താദുമാര് ചോദിച്ചു, പത്ര മോളെ എന്തേ നിനക്ക് ക്യാൻസർ വരുമെന്ന് ഡോക്ടർ ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ചിട്ടും നീ അത് വരില്ല എന്ന് പറഞ്ഞിടെന്താ? 18 വയസ്സുള്ള പൊന്നുമോള് പറഞ്ഞു, ഞാനത് എനിക്ക് ഏത് രോഗം വന്നാലും ക്യാൻസർ വരില്ലെന്ന് ഉറപ്പാ. കാരണം ഏത് ക്യാൻസർ രോഗിയെ കണ്ടാലും ഞാൻ ഈ ദുആ പറയാറുണ്ട്. എന്റെ ഹബീബായ മുത്തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ആര് ഈ ദുആ പറഞ്ഞാലും ഏത് രോഗത്തിന്റെ പേരിലാണോ പറയുന്നത് അത് ജീവിതത്തിൽ വരില്ലെന്ന് എന്റെ ഹബീബായ മുത്തു പറഞ്ഞടാ. എന്റെ റസൂല് പറഞ്ഞത് എനിക്ക് വിശ്വാസമാ, അതുകൊണ്ടാ ഞാനത് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. വിഷയം വല്ലാത്ത വിശാലമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിത്യജീവിതത്തിൽ പഠിക്കേണ്ട ദുആകൾ, ദിക്റുകൾ, ഇതൊരു നിസ്സാര വിഷയം. ഇത് അസ്ട്രോണമി അല്ല, ഇത് ജോഗ്രഫി അല്ല, ഇത് ഫിസിക്സ് അല്ല, ഇത് വാനശാസ്ത്രത്തിന്റെ കീറലുകളല്ല, ഇത് ഐൻസ്റ്റീന്റെ തിയറിയെ കുറിച്ച് പറയലല്ല, ഇത് ജപ്പാനിലെ ഭൂകമ്പത്തെ കുറിച്ചല്ല, ഇത് ശ്രീനഗറിലെ പ്രളയത്തെ കുറിച്ചല്ല, ഇത് സുഡാനിലെ കലാപത്തെ കുറിച്ചല്ല, ഇത് സിറിയയുടെ ആഭ്യന്തര കലാപത്തെ കുറിച്ചല്ല, ഇത് ഫലസ്തീനിന്റെ നിലനിൽപ്പിനെ കുറിച്ചല്ല. രാവിലെ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോ പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് 1 മണിക്കൂർ നിർത്താതെ ഞാൻ പറയുന്നത്, വരില്ല വരില്ല. ഒരു രോഗിയെ കാണുമ്പോ ഈ ദുആ പറഞ്ഞാൽ ആ രോഗം പറയുന്ന ആൾക്ക് വരില്ലെന്ന് ലോകത്തിന്റെ തിരുദൂതരെ ആമിനയുടെ മുത്തേ മുത്തൊളി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു ഇത് പറയാൻ, ജീവിതത്തിൽ ഇത് പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാതിരാ സമയത്ത് നിന്റെ +1 പഠിക്കുന്ന പൊന്നുമോള് പാതിരാ സമയത്ത് അപ്പുറത്തെ ചെറുപ്പക്കാരനുമായി വാട്സപ്പിൽ അവരുടെ ഫോട്ടോ സെൻഡ് ചെയ്തു. അവളുടെ സ്വകാര്യ രഹസ്യങ്ങളെ കൈമാറി. ഉമ്മാക്ക് പ്രശ്നമില്ല, വാപ്പാക്ക് പ്രശ്നമില്ല. കാലം വലുതായില്ല ഉസ്താദേ. ചെയ്യപ്പെട്ട മകള് സെൽഫി ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇന്ന് യൂത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യം സെൽഫിയാ. പാതിരാ സമയത്ത് സപ്രപഞ്ചക്കട്ടിലെ ചാരി കിടന്നിട്ട് തന്റെ ഫോട്ടോ എടുത്തിട്ട് സെൽഫി എടുത്ത് കാമുകന്റെ വാട്സപ്പിലൂടെ അയച്ചു കൊടുത്ത അതിൽ യാതൊരുവിധ അപാകത കാണാത്ത ഉമ്മ. ഇതൊക്കെ പടച്ചിറപ്പിന് ഇഷ്ടപ്പെട്ടതാണോ? നമ്മളിലും നമ്മുടെ മക്കളിലും നടന്നു പോയത്. ഈ മക്കള് ദുരന്തത്തിന്റെ തലമുറയായി മാറുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വരിദ്വാനുൻ മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ തൃപ്തിയാണ് വലുത്. ആ തൃപ്തിയേക്കാൾ വലിയൊരു തൃപ്തി നമുക്ക് ഉണ്ടാവാനേ പാടില്ല. കാമുകന്റെ തൃപ്തി പാടില്ല, കാമുകിയുടെ തൃപ്തി പാടില്ല. വരിദ്വാനുൻ മിനല്ലാഹ്, എനിക്കെന്റെ റബ്ബിന്റെ തൃപ്തിയാ വലുത്. ആ വലുതിന് വേണ്ടി പണ്ടൊക്കെ കാലത്ത് പ്രണയം എന്ന് പറഞ്ഞാൽ ഇന്ന് ബൈക്കിലിരുന്ന് പോയാലും ആ പ്രണയം ഒരു പ്രശ്നമില്ല. എന്ത് നഷ്ടപ്പെട്ടു പോയി? നമുക്ക് മക്കളെ നഷ്ടപ്പെട്ടു പോയി. പണ്ടത്തെ പ്രണയം അങ്ങനെയാണോ? പണ്ടൊരു പാട്ട് തന്നെ ഇല്ലേ? രണ്ടും നമ്മുടെ മക്കളെ തമ്മിൽ നമ്മൾ പഠിപ്പിച്ചതിൽ വ്യത്യാസം വന്നു എന്നാണ്. പണ്ടൊരു പാട്ടുണ്ടല്ലോ, എന്താ പറഞ്ഞ കാനന ചോലയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. കാമുകി ചോദിക്കുക, നമ്മൾ തമ്മിൽ സ്നേഹമാണ്, കാനനച്ചോലയിൽ ആടുമേക്കാൻ മലഞ്ചെരുവിൽ പോയപ്പോ ഞാനും കൂടെ വരട്ടെ. അപ്പൊ അന്ന് വയലാർ എഴുതിയതാണെങ്കിലും ആരെഴുതിയതാണെങ്കിലും വയലാറിന്റെ ഭാവനയിലുള്ള പ്രണയം പാടില്ല പാടില്ല. നമ്മളൊന്നും താനെ മറന്നൊന്നും എന്താ സിനിമാ പാട്ട് തന്നെ സാധനം. ഉയരാര് പറഞ്ഞതൊന്നും നിങ്ങൾക്ക് വിഷമമൊന്നും വേണ്ട. അപ്പോഴും പാട്ടെഴുതിയത് വയലാറാണെങ്കിലും വയലാറിന്റെ ചിന്താഗതി എന്താ? മനസ്സിന് സ്നേഹമുണ്ടെങ്കിലും കാനനച്ചോട്ടിൽ ആരും കാണാത്ത മരത്തണലിൽ ആടുമെക്കാൻ കാമുകി എന്റെ കൂടെ വരാൻ പാടില്ല, പാടില്ല പാടില്ല. നമ്മളൊന്നും
പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. അപ്പൊ അന്നും ഇതൊന്നും ചെയ്തു കൂടാന്ന് തന്നെയാണ് സിനിമ പാട്ടുകാരൻ പോലും പറഞ്ഞത്. ഇന്ന് നമ്മുടെ പാട്ടെഴുതിയത് കൊല്ലശാഫിയായപ്പോ നമുക്കെന്തായി? നഗ്നമേനികൾ പാതിരാവിൽ ഉരസുന്ന സുഖമല്ല പ്രണയം. ഈ നഗ്നമേനികൾ പാതിരാത്രിയിൽ ഉരസുമ്പ് ഉണ്ടാകുന്ന സുഖത്തിനാണ് പ്രണയം എന്ന രീതിയിൽ വ്യഭിചാരത്തിന്റെ കഥ പഠിപ്പിച്ചു കൊടുത്തതാരാ? തലമുറകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായി. പറയുമ്പോ നിങ്ങൾക്ക് തോന്നരുത് എന്ത് മുരിയാര് പറയുന്നത്. കണ്ടതും കേട്ടതുമെല്ലാം ലോകത്തിന്റെ എല്ലാവിധ ആഭാസങ്ങളും നമ്മുടെ വീടിന്റെ ഉള്ളിലോട്ട് വന്നു. പക്ഷേ നമുക്കതൊക്കെ വന്നപ്പോഴും അല്ലാഹുവിന്റെ തൃപ്തി അതിൽ പ്രശ്നമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ അല്ലാഹ് പറയുകയാ, രാവിലെ എഴുന്നേറ്റിട്ടും മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്പാദ്യം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടാവാൻ നമ്മളൊക്കെ എത്രയോ പണിപ്പെടാറുണ്ട്. ഇന്ന് ഇസ്ലാമിക സമൂഹത്തിന് വന്ന ഏറ്റവും വലിയ അപജയമാ ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാനും ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്യാനും സിനിമാ താരങ്ങളെ വിളിക്കാറുണ്ട്. ഞാൻ ഖത്തറിൽ പോയപ്പോ അവിടെ പ്രധാനപ്പെട്ട ഒരു ജുവല്ലറി ശൃംഖലയുടെ ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് കാവ്യാമാധവന. അവളുടെ കൂടെ ഒന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ 1000 റിയാലാണ് ചാർജ് ഉള്ളത്. ഏറ്റവും വലുതായി കാവ്യാമാധവൻ എന്ന് പറയുന്ന 6 മാസക്കാലം ഒരു ഭർത്താവിന്റെ കിടപ്പറയിൽ അടങ്ങി കിടക്കാത്ത പെണ്ണിന്റെ കൂടെ ഒരു പ്രാവശ്യം ഒന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ 1000 റിയാല് ചെലവെടുക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ എന്തുകൊണ്ടാ? അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാ. എന്താ അഭിലാഷം? കാവ്യാമാധവന്റെ കൂടെ ഇന്ന് മുഴുവൻ മുസ്ലിം ഹാജിയാക്കന്മാരും ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ കാവ്യാമാധവൻ ആ ജുവല്ലറിയുടെ ഫ്രണ്ടിൽ ഒരു റിബൺ വലിച്ചു കെട്ടും. ഈ പെണ്ണ് അവള് തന്നെ സ്വന്തം ഭർത്താവിന്റെ കൂടെ 6 മാസം അടങ്ങി കിടന്നിട്ടില്ല, വേറൊരുത്തിയുടെ ജീവിതം തകർക്കുകയും ചെയ്തു. എന്നിട്ട് തന്നെ അവിടെ പെടട്ടെ, അത് വിടട്ടെ, ഒന്നില്ലെന്ന് മാത്രമല്ല വേറൊന്നിനെ എത്തിങ്ങാനെ ആക്കുകയും ചെയ്തു. ഇതൊക്കെ ഉള്ളപ്പോഴും ആ പെണ്ണിനെ കൊണ്ടുപോയി ജുവല്ലറിയുടെ മുമ്പിൽ റിബൺ വലിച്ചു കെട്ടി. അവള് വന്നിട്ട് കത്രിക വെച്ചിട്ട് അതൊന്ന് മുറിക്കാൻ എത്ര ചാർജ്? 2 ലക്ഷം. ഒരു റിബൺ അവളൊന്ന് മുറിക്കാൻ അവളുടെ ചാർജ് 2 ലക്ഷം. നിന്റെ പ്രധാനപ്പെട്ട അവയവ മുറിച്ചുകൾ ഒസാക്കിന് 500 ഇതുവരെ തറച്ചു കൊടുത്തിട്ടില്ല. ഉണ്ടോ? ആ റിബൺ മുറിക്കാൻ 2 ലക്ഷം. അത്രയും കഷ്ടപ്പെട്ട് പ്രധാനപ്പെട്ട സാധനം മുറിച്ച ഒസാക്ക് 500 കൊടുക്കാൻ നമുക്ക് ഇപ്പോഴും വിഷമോ? കാരണം എന്താ? ഏറ്റവും വലുതായിട്ട് ചെറുപ്പക്കാരാ, നീ കാണുന്നത് ഒരു പെണ്ണിന്റെ കൂടെയുള്ള ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിൽ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സഹാബത്ത് ചെയ്ത ജോലി എന്താണെന്നറിയോ? അവര് മിസ്വാക്ക് ചെയ്തിട്ട് മാത്രമല്ല, വമിനൻ നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാ. എന്നെ ശ്രവിക്കാനെത്തിയവര് കേൾക്കുമോ? അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ അതേ ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോ സഹാബാത്തുകൾ ചെയ്ത മറുപടി എന്താ? പടച്ചിറപ്പിന്റെ തൃപ്തി കേട്ടാൻ അവര് കൊടുത്തത് എന്തെന്നറിയോ? വമിനന്നാസി, ചില ജനങ്ങളുണ്ട്, മയ്യശ്രീ നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാ. അവരവരുടെ ശരീരത്തെ പണയം വെച്ചു. എന്തിനു വേണ്ടിയാ? അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. ഇബ്തിഗാ മർളാത്തില്ലാ, ഇബ്തിഗാ മർളാത്തില്ലാ. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ പോലെ സഹാബത്ത് കൊടുത്തെങ്കിൽ ഒരു മിസ്വാക്ക് ചെയ്താൽ റബ്ബിന്റെ തൃപ്തി കിട്ടുമെങ്കിൽ എന്തേ ചെറുപ്പക്കാരാ നമുക്ക് കഴിയുന്നില്ല? സഹാബത്ത് മുഴുവനും അവരുടെ ശരീരത്തെ കൊടുത്തതെന്തിനാ? ഉഹദിന്റെ രണാങ്കണത്തിൽ ഹംദത്തുൽ ഖറാറിന്റെ കൈ മുറിക്കപ്പെട്ടതെന്തിനാ? കാല് മുറിക്കപ്പെട്ടതെന്തിനാ? കുടൽമാല വെളിയിലോട്ട് ചാടിയതെന്തിനാ? വബിസയ്യിദി ശുഹദാഇ അമ്മിൽ മുസ്തഫ. ഉഹദിന്റെ രണാങ്കണത്തിൽ തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയുടെ നെഞ്ചി പിളർന്നു മാറിയിട്ട് കരളി ചവച്ചു തുപ്പി കിടക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പോലും പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ വഹിഷി നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് കൈ വെട്ടിയെടുക്കുമ്പോ, കാല് വെട്ടിയെടുക്കുമ്പോ, നെഞ്ച് പിളർന്നിട്ട് കരളി ചവച്ചു തുപ്പുമ്പോ ഹംസാ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നാളെ പരലോകത്ത് നിന്റെ മുമ്പിൽ ഹംസ വരുമ്പോ ആ സമയത്ത് നിന്റെ വിശാലമായ
വിശാലമായ സ്വർഗം ചൂണ്ടിക്കാണിച്ചിട്ട് നിനക്ക് സ്വർഗം വേണോ ഹംസ? വേണം റബ്ബ്, വേണോ ഹംസ? വേണം റബ്ബ്. എന്റെ സ്വർഗത്തിന് പകരമായിട്ട് നിന്റെ കയ്യിൽ എന്തുണ്ട് ഹംസ? എന്റെ തൃപ്തിയില്ലാത്തവർക്ക് സ്വർഗമില്ല ഹംസ. ആ സമയത്ത് അല്ലാഹുവേ, ഉഹദിന്റെ രണാങ്കണത്തിൽ വെട്ടിമുറിക്കപ്പെട്ട എന്റെ കൈകാലുകൾക്ക് പകരമായി, എന്റെ ഈ ചെതിർത്തരിച്ച കരളിന്റെ കശനത്തിന് പകരമായി, എന്റെ ചിതറപ്പെട്ട രക്തത്തുള്ളികൾക്ക് പകരമായി എന്റെ സ്വർഗം നീ, നിന്റെ സ്വർഗം നീ എനിക്ക് നൽകണേ അല്ലാ എന്ന് ഹംസക്ക് പറയാനാ. ഹംസ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടത് പൊന്നുമോനെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ശരീരത്തെ അവർ കൊടുത്തപ്പോ ഉഹദ് രണാങ്കണത്തിൽ ഒരു സഹാബി പറയുന്നുണ്ട്, ഒരു സഹാബിയായ ചെറുപ്പക്കാരനായ സഹാബി, അദ്ദേഹം ദിവസങ്ങളായിട്ട് പട്ടിണിയില. ആരോ കൊണ്ടുപോയിട്ട് ഒരു ഈത്തപ്പഴം കയ്യിൽ കൊടുത്തു. ആ ഈത്തപ്പഴം എടുത്തിട്ട് വിശപ്പടക്കാൻ കുറെ ദിവസങ്ങളായി പട്ടിണി കിടന്ന് വിശക്കുമ്പോ ആ സമയത്തൊന്ന് വിശപ്പടക്കാൻ ഈത്തപ്പഴം വായിലോട്ട് വെക്കുമ്പോഴാണ് ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം വന്നത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നാ. അല്ലാഹുവിന്റെ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് ഓടി വരിക. അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് പറയുമ്പോ സ്വർഗത്തിലേക്ക് ഓടി വരാൻ വരുമ്പോ പടച്ചറപ്പിന്റെ തൃപ്തി വിട്ടുന്ന കാര്യമല്ലേ. തന്റെ കയ്യിലിരിക്കുന്ന കാരക്ക വിശന്ന് കിട്ടിയപ്പോ ആ സമയത്ത് വായിലേക്കിട്ട കാരക്ക വലിച്ചെറിഞ്ഞിട്ട് ആ സഹാബി പറഞ്ഞു, ഇന്നി ലാജിദു റീഹൽ ജന്നത്തി മിൻ ഖിബലി ഉഹദ്. ഉഹദ് മലയുടെ മറുഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം വരുന്നു. അത് ആസ്വദിക്കാൻ എനിക്ക് തിടുക്കമായി. ആ സ്വർഗത്തിലേക്ക് പോകാൻ ഈ കാരക്ക തിന്നുന്ന സമയം വരെ കാത്തിരിക്കാൻ കഴിയില്ല. ഇന്നഹാല ഹയാത്തുന തവീല. കാരക്ക തിന്നുന്ന സമയം വളരെ ദൈർഘ്യമാണ് പറഞ്ഞ് പട്ടിണി കിടന്നപ്പോ കിട്ടിയ കാരക്ക വലിച്ചെറിഞ്ഞിട്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോയതെന്തിനാ? വമിനന്നാസി മൻ യശ്രി നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാ. പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ വരിളുവാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ തൃപ്തിയാണ് വലുതായി കരുതുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, പോരയിടത്ത് താമസിക്കുന്ന യൗവനത്തിന്റെ കരുത്തുറ്റ പ്രതീകമായ ചെറുപ്പക്കാരാ, എന്തേ പടച്ചറപ്പിന്റെ തൃപ്തി നിനക്ക് ഇഷ്ടമല്ല? അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് വലുതാകുന്നില്ല. നിന്റെ പാർട്ടിയുടെ തൃപ്തി നിനക്ക് വലുതാ. ഇവിടെ ധാരാളം കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ടാകും, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടാകും, KSUവിന്റെ പ്രവർത്തകരുണ്ടാവും, SDP-യുടെ പ്രവർത്തകരുണ്ടാവും, ധാരാവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും. ആയിക്കോട്ടെ, കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിൽ പ്രവർത്തിക്കട്ടെ, മാർസിസ്റ്റുകാരൻ മാർസിസ്റ്റിൽ പ്രവർത്തിക്കട്ടെ, ഓരോ പാർട്ടിക്കാരും അതിൽ പ്രവർത്തിക്കട്ടെ. പക്ഷേ പോരയിടത്ത് പടച്ചറപ്പിനിഷ്ടമുള്ളൊരു കാര്യം വന്ന, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം വന്ന, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം വരുമ്പോ പോരയിടത്തെ പ്രിയപ്പെട്ട കർമ്മോത്സകരായ പൊന്നു ചെറുപ്പക്കാരാ, അവിടെ ഏറ്റവും വലുത് കോൺഗ്രസ് അല്ല, അവിടെ ഏറ്റവും വലിയ മാർസിസ്റ്റ് പാർട്ടിയല്ല, അവിടെ ഏറ്റവും വലിയ നമ്മൾ സിന്ദാബാദ് വിളിച്ച പാർട്ടിയല്ല. അല്ലാഹുവിന്റെ കാര്യം വരുമ്പോ വരിളുവാനും മിനല്ലാഹ്, പടച്ചറപ്പിന്റെ തൃപ്തിയാവലത്. അതിന് കോൺഗ്രസിന്റെ വ്യത്യാസമില്ല, മാർസിസ്റ്റിന്റെ വ്യത്യാസമില്ല. അതിന് പ്രവർത്തിക്കുന്നവർ അവരതിൽ തന്നെ പ്രവർത്തിക്കട്ടെ. പക്ഷെ അല്ലാഹുവിന്റെ കാര്യം വരുമ്പോ, ദീനിന്റെ കാര്യം വരുമ്പോ, മഹലിന്റെ കാര്യം വരുമ്പോ, പള്ളിയുടെ കാര്യം വരുമ്പോ ഏറ്റവും വലുതേടാ വരിളുവാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ തൃപ്തിയാണ് വലുത്. ആ തൃപ്തി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ തൃപ്തി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പറ. നിങ്ങൾക്കൊരു വിഷമവും തോന്നണ്ട. കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിൽ പ്രവർത്തിക്കട്ടെ, മാർസിസ്റ്റുകാരൻ മാർസിസ്റ്റിൽ പ്രവർത്തിക്കട്ടെ. പക്ഷെ അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം വരുമ്പോ അതിൽ അല്ലാഹുവിന്റെ തൃപ്തി വലുതാകട്ടെ. ഞാൻ വിഷയത്തിന്റെ വൈപുല്യം കൊണ്ട് ഒരു നാട്ടുവർത്താനം പോലും പറയാതെ പെട്ടെന്ന് വിഷയം പറഞ്ഞു പോവാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ഹഫിള സുന്നതി, ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ എന്റെ ഒരു സുന്നത്ത് നിലനിർത്തിയാൽ അക്രമഹുല്ലാഹു ബി അർബഇ ഖിസാൽ, 4 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു അവനെ ബഹുമാനിക്കുമെന്ന്
അവളെ ബഹുമാനിക്കുമെന്ന് അള്ളാന്റെ റസൂലിന്റെ ഒരു സുന്നത്തി ശപിക്കപ്പെട്ട കാലഘട്ടത്തിൽ ആരെങ്കിലും നിലനിർത്തിയാൽ 4 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ദുനിയാവിൽ തന്നെ ബഹുമാനിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലയോ? ആ സുന്നത്തുള്ളവനല്ലയോ നാളെ മഹ്ശറയുടെ ശഫാഅത്ത് കിട്ടുക? അവനല്ലയോ വസീലയുടെ നായകനെ കിട്ടുക? അവനല്ലയോ അല്ലാഹുവിന്റെ റസൂലിനെ കിട്ടുക? പൊന്നുപോലെ മമ്മൂട്ടിക്ക് വേണ്ടി, മോഹൻലാലിന് വേണ്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാ, അവർക്ക് വേണ്ടി നീ എത്ര സ്നേഹിച്ചാലും, അവരുടെ നാമം നീ 1000 വട്ടം പറഞ്ഞാലും, അവരുടെ സിനിമ കാണാൻ നീ ആദ്യം തിയേറ്ററിൽ കയറിയാലും, മമ്മൂട്ടി പോകുന്ന വാഹനത്തിന്റെ പുറകെ ഒരു ഫാൻസുകാരൻ പോയപ്പോ അവന് മമ്മൂട്ടിയെ കാണാനിട്ടവാ തൊടാൻ വല്ലാത്ത കൊതിയാ. വാഹനം നിർത്തിയിട്ട് തന്നെ ഒന്ന് തൊടാൻ വരുന്നവന് മമ്മൂട്ടി വലത് കൈകൊണ്ട് അടിച്ചോടിച്ചെങ്കിൽ പൊന്നുമോനെ മമ്മൂട്ടിക്ക് വേണ്ടി സിംബാവാദ് വിളിക്കുന്നവനെ ദുനിയാവിലൊന്ന് തൊടാൻ പോയപ്പോ മമ്മൂട്ടി കരണത്തടിച്ചെങ്കിൽ സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുന്ന മോഹൻലാലിന്റെ കയ്യിൽ തൊടാൻ പോയ ഫാൻസുകാരനെ മോഹൻലാല് വലിച്ചു തൂക്കിയെറിഞ്ഞെങ്കിൽ ഈ ഭൗതിക ദൈവങ്ങൾ നിന്നെ വലിച്ചെറിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്ത് നീ ജീവിതത്തിൽ ഹയാത്താക്കിയോ? ആരാരുമില്ലാത്ത പരലോകത്ത് നീ ഇങ്ങനെ നിൽക്കുമ്പോ ആ സമയത്ത് അശ്ശഫാഅത ഹബിലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇനല്ലാഹ സയ്യിദി ഖൈറൻ നബി. ആ സമയത്ത് തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഏത് സമയത്ത് വന്നാലും കൗസറിന്റെ ഓരത്ത് ഞാൻ ഉണ്ടാകുമെന്ന് ഏത് സമയത്തും നമ്മളെ കാത്തുനിൽക്കുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൂടെയോ? അല്ലാഹുവിന്റെ റസൂലിനെ ആദരിച്ചുകൂടെയോ? ഉഖബാ തെരീ ഗലീമേ യൗഖറാ തെരീ ഗലീമേ. മദീനയുടെ നായകനെ, ആഖിറത്തിന്റെ പിടിവള്ളിയെ, ശഫാഅത്തിന്റെ നായകനെ, വസീലയുടെ ഉടമസ്ഥനെ, ആമിനയുടെ മുത്തുമോനെ, ഫാത്തിമയുടെ പ്രിയപ്പെട്ട ഉപ്പയെ, ലോകത്തിന്റെ തിരുദൂതരെ, ഉജാല ജിസ്കാ ദോദഹാ മേ വോ മേരി ആഖാ की रोशनी है, उनकी कदमों की बरकतों से ये जिंदगी आज जिंदगी. എന്റെ പ്രവാചകനില്ലായിരുന്നെങ്കിൽ ഈ ജീവിതം ഒരു ജീവിതമാകുമായിരുന്നുവോ? മദീനയില്ലാത്ത ലോകം എന്ത് ലോകമാണ്? പാരീസിനെന്ത് സൗന്ദര്യം, വെനീസിനെന്ത് സൗന്ദര്യം, ലോസ് ആഞ്ചലസിനെന്ത് മാടകത്വം. ഈ ലോകത്തിന്റെ സൗന്ദര്യം മദീനയാണ്, പച്ചക്കുപ്പയാണ്. പച്ചക്കുപ്പയില്ലാത്ത ലോകത്തിനെന്ത് ശോഭ, പച്ചക്കുപ്പയില്ലാത്ത ലോകത്തിനെന്ത് സൗന്ദര്യം. ഈ അഖില ലോക ബ്രഹ്മാണ്ഡ ഘടാകത്തിന്റെ സൗന്ദര്യം പച്ചക്കുപ്പയുടെ കീഴിൽ കിടക്കുന്ന എന്റെ മുത്താണ്, എന്റെ ഹബീബാണ്, എന്റെ റസൂലാണ്, എന്റെ ജീവിതത്തിന്റെ അകമ്പൊരുളാണ്, എന്റെ ആദർശത്തിന്റെ സത്താണ്. ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് ജീവിതത്തിൽ പകത്ത് ചെറുപ്പക്കാരാ, 4 കാര്യങ്ങൾ കൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു നിന്നെ ബഹുമാനിക്കുമെന്ന് മുഖ്ബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ആ 4 കാര്യങ്ങൾ ജീവിതത്തിൽ പറയുമ്പോ ഈ വിഷയം സലാത്തോടെ അവസാനിക്കുകയാണ്. ഒന്നാമത്തെ ഏതെന്നറിയോ? അത് ആർക്കും പണം കൊടുത്താൽ കിട്ടില്ല, 1000 വാരി എറിഞ്ഞാൽ കിട്ടില്ല, ഒരു അധികാരത്തിന് നൽകാൻ കഴിയില്ല. അൽ മഹബ്ബത്ത് ഫീ ഖുലൂബിൽ ബററ. ഒരു സുന്നത്ത് ജീവിതത്തിൽ ചെയ്താൽ ഒന്നാമത്തെ അനുഗ്രഹം അൽ മഹബ്ബത്ത് ഫീ ഖുലൂബിൽ ബററ. എല്ലാവരുടെയും മനസ്സിൽ നിന്നോട് വല്ലാത്ത സ്നേഹമായിരിക്കും. നീ ഒരു സുന്നിയാണോ? ഹബീബായ മുത്തിന്റെ സുന്നത്തുള്ളവനാണോ? ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും നല്ല മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നോട് വല്ലാത്ത സ്നേഹമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഒന്നാമത്തെ കാര്യം അൽ മഹബ്ബത്ത് ഫീ ഖുലൂബിൽ ബററ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേറ്റാലുടനെ താൻ താമസിക്കുന്ന തന്റെ വീട് ചൂലുകൊണ്ട് വൃത്തിയാക്കാറുണ്ടായിരുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇനി ഒന്നുകൂടി പോക്ക്.
നാളെ രാവിലെ ചൂലെടുത്തിട്ട് വീടടിക്കണവരൊക്കെ ഒന്ന് പൊക്കി. ഇവരോട് ഞാൻ ചോദിക്കും പെണ്ണുങ്ങളോട്, തീർന്നു, സംഭവം തീർന്നു. മദീനയിലെ ജലക്ഷാമം ഉണ്ടാകുമ്പോ മദീനയുടെ അങ്ങേ മലഞ്ചെരുവിൽ നിന്ന് തോളത്ത് കുടത്തിൽ വെള്ളം കോരിക്കൊണ്ടുവരുന്ന പുരുഷന്മാരുടെ കൂട്ടത്തിൽ എന്റെ ഹബീബായ നബി ഉണ്ടായിരുന്നെന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ. ജലക്ഷാമം ഉണ്ടാകുമ്പോൾ വെള്ളം കോരിക്കൊടുത്ത ഭർത്താവ്. ഇതും സുന്നത്താ. അതൊക്കെ കേട്ട് ഇതും സുന്നത്താണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ വഅദ് പറയുകയാണ്. ഇനി ഒരു സുന്നത്ത് പറഞ്ഞു തരാം. ഹബീബായ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ വഅദ് പറയുകയാണ്. ആ സമയത്ത് പറഞ്ഞ് ആരെങ്കിലും അവന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ, സ്നേഹത്തോടെ ഒരു പിടി വെള്ളം തന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഭർത്താവ് ഒഴിച്ചു കൊടുത്താൽ, നാളെ അവന് സ്വർഗത്തിലെ വെള്ളം ഞാൻ കുടിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹദീസ് കേൾക്കേണ്ട താമസം സൗബാൻ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് ഓടുകയാ. ഓടിച്ചെന്ന് അടുക്കളയിൽ ജോലി നിൽക്കുന്ന ഭാര്യയോട് പറഞ്ഞ്, ഇങ്ങോട്ട് വാ, അടുക്കളയിൽ ജോലിയുണ്ട്, ജോലി നിർത്തിയിട്ട് എന്റെ കൂടെ വാ. കയ്യിൽ പിടിച്ചു വലിച്ച് വീടിന്റെ മുറ്റത്തുള്ള കിണറിന്റെ മുമ്പിലെത്തി തൊട്ടി താഴേക്ക് ഇട്ടിട്ട് വെള്ളം കോരി ഭാര്യയോട് പറഞ്ഞു, വായ തുറക്ക്. വായ തുറന്ന ഭാര്യയുടെ വായിലേക്ക് ഒരു കവിള് വെള്ളമെടുത്തിട്ട് ഒഴിച്ചു കൊടുത്ത് സൗബാൻ റളിയല്ലാഹു അൻഹു. അത്ഭുതത്തോടെ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്താണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ വഅദ് കേൾക്കാൻ പോയടാ. പാതി സമയത്ത് ഇറങ്ങി വന്നിട്ട് അടുക്കളയിൽ ഇരുന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോയി കിണറിന്റെ ചാരത്ത് നിർത്തിയിട്ട് എന്റെ വായിൽ വെള്ളമൊടിച്ച് തരുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ, ഞാനിത് ചെയ്തത് എന്തിനെന്നറിയോ? തസ്ദീഖം ബിഖൗലി റസൂലില്ലാഹ്. എന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് അതേപടി ജീവിതത്തിൽ പകർത്താനാ. നീ കെട്ടിക്കൊണ്ടുവന്ന, നീ മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന ഒരു പിതാവിന്റെ കൈ പിടിച്ചിട്ട് ഞാൻ ഇവളെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് നീ വിവാഹം ചെയ്തു കൊണ്ടുവന്ന ഭാര്യയുടെ വായിൽ ഒരു തുള്ളി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കൽ പോലും സുന്നത്താണെന്ന് ലോകത്തോട് പഠിപ്പിച്ചു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ സുന്നത്ത് മനസ്സിലായ? ഭാര്യക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിന് ഹൗദുൽ കൗസറിന്റെ വെള്ളം കിട്ടും. എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? പോയിട്ട് ചെയ്യും, പത്തിരി വെള്ളം എടുത്തിട്ട് ചക്കരെ കുടിന്ന് പറഞ്ഞിട്ട് കൊടേ. ഇത് കൊടുക്കണതിന് കുഴപ്പമില്ല. ഈ ഭർത്താവിന്റെ ഉമ്മ കണ്ട പെറ്റു 3 എണ്ണം, അവൻ ഇപ്പോഴാണ് അവളുടെ ഒരു പ്രേമം. ഈ തള്ളയ്ക്ക് ആ സമയത്ത് എന്താ കാര്യം? അവരുടെ ഇതൊക്കെ കഴിഞ്ഞല്ലേ, അവർ മാറി ഒരു മൂലയിൽ പോയിരുന്നോണം. ഈ തള്ളയാണെങ്കിൽ അമ്മായിയമ്മയാണെങ്കിൽ ചില സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഭാര്യ ഭർത്താക്കന്മാരെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല. അവളവനും കൂടെ ഒരു കുടി. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു സുന്നത്താണ്. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ വിശദീകരിക്കാൻ സമയമില്ല. ഈ ഒരു സുന്നത്ത് ഇതൊക്കെ ചെയ്ത ഉസ്താദെ എന്താ കിട്ടുക? അത് വെള്ളം കുടിപ്പിക്കല് മാത്രമല്ല, വീടൊന്ന് അടിച്ചു തളിക്കല് മാത്രമല്ല, ഒരൽപ്പം വെള്ളം പോലും കൊടുക്കലല്ല, ഭാര്യമാരെ സഹായിക്കുക. ആ വിഷയത്തിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, എന്റെ ഭാര്യ സദസ്സിലുള്ളത് കൊണ്ട്. ഞാൻ ഇതൊക്കെ വാദം പറയുമ്പോ പെണ്ണുങ്ങൾ വിചാരിക്കും, അല്ലാഹുവേ വാക്കവി ഉസ്താദിന്റെ ഭാര്യ എന്തോ ഒരു ഭാഗ്യവതിയാ. മോളോട് ചോദിച്ചാൽ കഥ അറിയാവും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇതൊക്കെ ചെയ്താല് എന്താ കിട്ടുക? വളരെ നിസ്സാര കാര്യമാണ് ഞാൻ എന്ന് പറഞ്ഞത്. 4 രീതിയിലുള്ള ബഹുമാനം നമുക്ക് ദുനിയാവിൽ കിട്ടും. ഒന്ന്, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം എന്താ? ഈ സുന്നത്ത് നിർവഹിച്ചാൽ മറ്റുള്ളവരുടെ ഹൃദയത്തിന് നമ്മളോട് വല്ലാത്ത സ്നേഹമാ.
നമ്മൾ മരിച്ചാൽ അവർ ഓടി കാണാനെത്തും. ആ സ്നേഹം വരുമ്പോ നമ്മളെങ്ങാനും മരിച്ചെന്ന് കേട്ടാൽ പൊട്ടിക്കരഞ്ഞു പോകും ജനങ്ങൾ മുഴുവനും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ സുന്നത്ത് പകർത്തുന്ന മനുഷ്യന് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനുണ്ടായിരുന്നു. പൂന്തറ ഹിദായത്തുൽ ഇസ്ലാം അറബി കോളേജിന്റെ സ്ഥാനപതി എന്റെ പ്രിയപ്പെട്ട കോയ ഉസ്താദിന് അല്ലാഹു മർക്കദ, അല്ലാഹു ആഖിറം വിശാലമാക്കി കൊടുക്കട്ടെ, ആഖിറം വിശാലമാക്കി കൊടുക്കട്ടെ, ആഖിറം വിശാലമാക്കി കൊടുക്കട്ടെ. ആലുവയിലെ തോട്ടക്കാട്ടുകര വസതിയിൽ മരിച്ചു കിടക്കുമ്പോ ആ നാട്ടിലെ പള്ളി പ്രസിഡന്റ് പറയുകയാണ്, കോയ ഉസ്താദ് മരിച്ച വാർത്ത കേട്ട് ഞാൻ ഓടിച്ചെന്നു. ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് മരിക്കാൻ കൊതി തോന്നിപ്പോയെന്ന്. ജീവിച്ചിരിക്കുന്ന ആള് പറയുകയാണ്, ഇത് സഹാബത്തിന്റെ കടയല്ല. ഇന്നലെ വരെ ഈ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ്. മരിച്ചു വീടിന്റെ ഉമ്മറപ്പടിയിൽ ആലുവ തോട്ടക്കാട്ടുകര വീട്ടിൽ കിടക്കുമ്പോ ഉസ്താദ് താമസിച്ച നാട്ടിലെ മഹലിന്റെ പ്രസിഡന്റാണ് പറയുന്നത്, കോയ ഉസ്താദ് മരിച്ചെന്നറിഞ്ഞ് പോകുമ്പോ ആ മനുഷ്യന്റെ മുഖം കണ്ടപ്പോ അപ്പൊ തന്നെ മരിക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഉസ്താദ് സുന്നത്തിന് പ്രാമുഖ്യം കൊടുത്ത ആളാണ്. വെള്ള വസ്ത്രം ധരിച്ചിട്ടല്ലാതെ ഉസ്താദിനെ ഇന്നേ വരെ ഞങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. തലപ്പാവ് തലയിൽ നിന്ന് അടിച്ചിട്ടില്ല. ഒരാളോട് സൗമ്യതയിലല്ലാതെ വർത്തമാനം ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. സുന്നത്തുണ്ട്. ഞാൻ നിങ്ങൾ മരിച്ചു കിടക്കുമ്പോ പറയാണ്, ജീവിച്ചിരിക്കുന്ന ആൾ മുഖം കണ്ടിട്ട് എനിക്ക് മരിക്കാൻ തോന്നിക്കുന്നു. അല്ലാഹു മഹാഭാഗ്യം നൽകട്ടെ. പറ, അല്ലാഹു മഹാഭാഗ്യം നൽകട്ടെ. അല്ലാഹു ആ മഹാഭാഗ്യം നൽകട്ടെ. മൂന്നെണ്ണവും കൂടെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാകും. എന്നിട്ട് സലാത്ത് ചൊല്ലി നമുക്ക് പിരിയാം. സഹോദരങ്ങളെ, ഇതാണ് ജീവിതം, ഇതാണ് ജീവിതം. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തത് അത്ഭുതമല്ലേ. ഈ ദുനിയാവിൽ കിട്ടേണ്ട ഏറ്റവും വലിയ മഹാഭാഗ്യമേടാ. മറ്റുള്ള ഹൃദയത്തിന് നമുക്കൊരു സ്ഥാനമുണ്ടാവണം. നാളെ നമ്മൾ മരിച്ചിട്ട് വീട്ടിൽ കിടക്കുമ്പോ പള്ളിയുടെ മുമ്പ് 10,000-കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കരിക്കാൻ ഒരുമിച്ച് കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു കാര്യം, പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക, വഅ്ള് വെക്കുക. ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, ഇരിക്കുന്ന ഷെരീഫിന്റെ ഉപ്പ കാരാളുകോണം പള്ളിയുടെ സെക്രട്ടറി, അദ്ദേഹം മരിച്ചു. മയ്യത്ത് നിസ്കരിച്ച ഒരാൾക്ക് പോലും അദ്ദേഹത്തെ കുറിച്ച് എതിരൊന്നും പറയാനില്ല. കുട്ടികളോട് വാത്സല്യം, മക്കളോട് വാത്സല്യം, പള്ളിക്ക് വേണ്ടിയുള്ള ഖിദ്മത്ത്. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോ കബറടക്കിയപ്പോ കൂടി നിന്ന ആളുകൾക്ക് ആ മനുഷ്യനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. അള്ളാഹു അതിനെ നിലനിർത്തി കൊടുക്കട്ടെ. ഇങ്ങനെ ഒരാളായി മാറാൻ എന്തിനീ മത്സരം, എന്തിനീ മത്സരം, എന്തിനീ വൈരാഗ്യം? ഒരു ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം, അതിന് നമ്മൾ സുന്നത്തുണ്ടാവണം. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമുക്ക്, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മൾ വലിയവനാകണം. എടാ, എന്റെ മുമ്പിൽ ഞാൻ ആരാ? ഞാൻ വലിയ മഹാൻ ആരെടുക്കല്? ഇന്നലെ ആളുകളൊക്കെ പറഞ്ഞു, 5 മിനിറ്റ് കൊണ്ട് മഴ മേപ്പോട്ട് പോയി. വേറെ വല്ലവരാണ് ഞാൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആയത്. അതിപ്പോ എനിക്കെന്താ പറയാൻ പാടില്ലാത്ത? ഞാൻ തന്നെ പറയാ, ഞാൻ ഇത്രയും വലിയ മഹാനാകുന്നു ഞാൻ തന്നെ കരുതിയിരുന്നില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇത്രയും വലിയ മഹാനാകുന്നു ഞാൻ തന്നെ കരുതിയില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അടുത്തേക്കുന്ന ആൾ എന്ത് ചെയ്യണം? പറയണം. ആ രീതിയിൽ ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു സ്ഥാനമുണ്ടാവും. ആ സ്ഥാനമുണ്ടാകുമ്പോഴാണ് ആ മനുഷ്യൻ, ഹനീഫ ഹജി എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ചു. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ, അദ്ദേഹം പള്ളിക്ക് ഖിദ്മത്ത് ചെയ്ത ആളാ. മോനെ, ഇത് ചാനൽ സൗണ്ട്സിന്റെ റിയാസൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിനാ വാത് വെക്കുന്നത്? ചിലര് പരിഹസിക്കും. മോനെ, നാളെ ഇവൻ മരിച്ചാൽ ഈ പുൽക്കൊടി പോലും അവന് വേണ്ടി തസ്ബീഹ് ചെയ്യും. നാളെ പറയും അവൻ എത്രയോ നല്ലവനായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ദിവസമുണ്ട്. ആ ദിവസം വരുന്നതിന് മുമ്പ് എല്ലാ വർത്തമാനങ്ങളും വിശേഷങ്ങളും മേൽവിലാസങ്ങളും എല്ലാ പേരും പെരുമയും പ്രശസ്തിയും പ്രൗഢിയും പാരമ്പര്യവും തറവാടിത്വവും എല്ലാ ഗർവം അവസാനിക്കും. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തത് അത്ഭുതമല്ലേ.
ഇന്ന് എന്നെ കുറിച്ച് അറിയണമെങ്കിൽ ഒരു ഡേറ്റ് ചോദിക്കണം എന്നോടോ നൗഷാദ് ബാക്കവിയോടോ, ഒരു ഡേറ്റ് ചോദിക്കണം ഉസ്താദിനെ കുറിച്ച് അറിയണം. എന്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ചിലപ്പോ എന്റെ ഡ്രൈവർ അനസ് ഫോൺ എടുക്കും, അല്ലെങ്കിൽ അബു എടുക്കും, അല്ലെങ്കിൽ അൻസിലെടുക്കും. ഉസ്താദ് എവിടെയെന്ന് ചോദിച്ചാൽ പറയും ഒന്നുകിൽ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ പള്ളിയിലുണ്ട്, അല്ലെങ്കിൽ ഒറ്റപ്പാലത്തിന്റെ സമയത്ത് വന്നാൽ കാണാം. ഏത് സമയത്ത് ഞാൻ എവിടെയാ, എന്റെ അവസ്ഥ എന്താണെന്നറിയണമെങ്കിൽ അവരോട് വിളിച്ചു ചോദിച്ചാൽ മതി. എന്റെ കുട്ടികൾ ഇതിന്റെ കൃത്യമായ മറുപടി പറയും. പക്ഷേ നാളെ എന്നെ കൊണ്ടുപോയി കാരാളികോണത്തെ പള്ളിയുടെ കബറിനുള്ളിലാക്കി എന്റെ വീട്ടിൽ എന്നെ കാണാൻ വരുന്നവരോട് ഭാര്യ ചിലപ്പോ പറയും ഉസ്താദ് ഇവിടെയില്ല, വാതിന് പോയിരിക്കുക. വ്യാഴാഴ്ചവരും അവൾക്കും പറയാൻ വിശേഷങ്ങൾ അറിയാം. പക്ഷെ അതിന്റെ തൊട്ടടുത്തുള്ള പള്ളിക്കാട്ടിൽ എന്നെ അടക്കി. ഞാൻ ആരടി മണ്ണിനുള്ളിലാ. ആദ്യത്തെ ദിവസം ഞാൻ മരിച്ചതറിയാതെ ഒരാള് ഫോണിൽ വിളിച്ചിട്ട് എന്റെ ഡ്രൈവർമാരോട് ഉസ്താദ് എവിടെയെന്ന് ചോദിച്ചാ അവര് ജീവിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള പള്ളിക്കാട്ടിന്റെ ഉള്ളിൽ ഞാൻ കിടക്കുന്നുണ്ട്. എന്റെ ഡ്രൈവർമാര് നിൽക്കുന്ന എന്റെ വീടിന്റെ തൊട്ടുപുറകിൽ പള്ളിക്കാടാ. എന്റെ ഭാര്യ എവിടെയുണ്ട്, എന്റെ മക്കൾ എവിടെയുണ്ട്, തൊട്ടടുത്ത പള്ളിക്കാട്ടിന്റെ ഉള്ളിൽ ഞാൻ കിടക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഭർത്താവിന്റെ അവസ്ഥ പറയാൻ ഉസ്താദ് ഇന്നടുത്താണ്, കബറിന്റെ ഉള്ളിൽ ഈ അവസ്ഥയിലാന്ന് പറയാൻ ആ കുട്ടികൾക്ക് പിന്നെ കടിയില്ലല്ലോ. കാരണം എന്താ, ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ. അവർക്കുള്ള ഹാലറിയാത്ത അതത്ഭുതമല്ലേ, സിംഹാസനത്തിനു ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാതിരാ സമയത്ത് വാഹനം ഓടിക്കുമ്പോ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പാതിരാത്തിൽ എന്റെ ഡ്രൈവർമാര് വാഹനം ഓടിക്കാറുണ്ട്. കാരണം എന്താ, ഇന്ന് അങ്ങകല മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ നിന്ന് എന്നെ കാണാൻ ഇന്നൊരു ഫാമിലി എന്റെ വീട്ടിലെത്തി. അവരുടെ ഒരു മകനുണ്ട്, 9 വയസ്സേ പ്രായമുള്ളൂ. ആ പൊന്നുമോൻ എപ്പോഴും കാസറ്റ് കേൾക്കുന്ന പൊന്നുമോനാ. അവൻ എന്റെ ഡ്രൈവർ അനസിന്റെ അടുക്കൽ ചെന്നിട്ട് ആരും അറിയാതെ പറഞ്ഞു, രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോ സൂക്ഷിച്ചോടിക്കണേ, ഉറങ്ങല്ലേ, ഉസ്താദിനൊരു അപകടവും വരാതെ നോക്കണേ. ഞാനിതിപ്പോ പറയാൻ കാരണം എന്റെ മകനല്ല, മലപ്പുറം ജില്ലയിലെ കരുവാരക്കൊണ്ടുള്ള 9 വയസ്സുകാരൻ എന്നോടല്ല, ആരുമില്ലാതെ എന്റെ ഡ്രൈവറിനോട് പറഞ്ഞതാണ്, ഉറക്കമളച്ചാട് ഉറങ്ങാതെ വണ്ടി ഓടിക്കണേ, ഉസ്താദിനൊരു അപകടവും വരുത്തല്ലേ. 9 വയസ്സുള്ള പൊന്നുമോ പറയുമ്പോ ആ സ്നേഹിച്ചവരൊക്കെ എന്റെ മുമ്പിൽ സ്നേഹിച്ചവരാ. നാളെ ഞാൻ മരിച്ചാൽ പിടിമണ്ണ് വാരിയെറിയുന്നത് അവരാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, ഈ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ മറ്റുള്ളവരുടെ ഹൃദയത്തിനൊരു സ്ഥാനം കിട്ടിയ മയ്യത്ത് നിസ്കരിക്കാൻ പാഞ്ഞു വരില്ലേ, സന്തൂക്ക് കെട്ടിലിന്റെ പുറകിൽ ആളുണ്ടാവില്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ആയിരക്കണക്കിന് വിശ്വാസികൾ ഉണ്ടാവില്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വഅദ് 10-18 വർഷം പറഞ്ഞിട്ട് അഹമ്മദ് കബീറിന് കിട്ടിയതെന്താ? കിട്ടിയതിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ധാരാളം കിട്ടിയിട്ടുണ്ട്. നാളെ മരിച്ചെന്ന് കേട്ടാൽ മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങളിൽ ഒരാൾ വരുമല്ലോ, 1000 കൂടുമല്ലോ. അതിനെന്ത് ചെയ്യണം? ജീവിതത്തിൽ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യണം. നാളെ മരിച്ചാലും ഒടുങ്ങാത്ത സൽക്കർമ്മങ്ങൾ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, യതീംഖാനക്ക് വേണ്ടി, ഹിഫ്ള് കോളേജിന് വേണ്ടി പരമാവധി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യണം. അടുത്ത 3 കാര്യം കൂടി പറയുന്നതിന് മുമ്പ് എന്റെ സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ, കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള പള്ളിക്കോലാകളിൽ തലയിൽ കിടക്കുന്ന തലപ്പാവടിച്ചിട്ട് പള്ളിയുടെ മുറ്റത്ത് വിരിച്ചിട്ട് അതിൽ വീണ് കിടക്കുന്ന ചില്ലറ നാണയത്തൊട്ടുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി മദ്രസ തുടങ്ങിയ ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. ആരാത് സമസ്തക്ക് വേണ്ടി കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ തലപ്പാവടിച്ചിട്ട് പള്ളിയുടെ മുമ്പിൽ വിരിച്ചിട്ടിട്ട് നാണയത്തൊട്ടുകൊണ്ട് മദ്രസ പണിത ആളാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. ആ മനുഷ്യൻ ഇന്ന് മണ്ണിന്റെ അടിയിലോ. കേരളത്തിലുള്ള സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഒരു ദിവസം 10 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്.
മദ്രസ വിടാ നേരത്ത് 10 ലക്ഷം വിദ്യാർത്ഥികൾ ഒരു ദിവസം 3 സലാത്ത് ചൊല്ലിയ 30 ലക്ഷം സലാത്തായില്ലേ? ഒരു ദിവസം 30 ലക്ഷം സലാത്ത് ഖബറിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് കിടക്കുന്നുണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. കരിനാഗപ്പള്ളി താജ്മഹലിന്റെ ആകൃതിയുള്ള പള്ളിയുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് മോനെ. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ ആരാട് ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി മദ്രസ പണിയാൻ വേണ്ടി പാടുപെട്ട മനുഷ്യൻ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന് വെച്ചിട്ട് ഉസ്താദ് 5 മിനിറ്റ് കൊണ്ട് മടമാറിയ സദസ്സാ. ഈ സമയത്തൊരു ചെറിയ മടത്തുള്ളി വീണാൽ അത് കബൂലിയത്തിന്റെ അടയാളമാ ഉസ്താദേ. 6666 രൂപ വിശുദ്ധ ഖുർആനിലെ ആയത്തിന് തുല്യമായി ഈ സദസ്സിലേക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാ. 34,789 ആളുകൾ ഇൻഷാ അല്ലാഹ് 34,790 ആളാ പറയുന്നുണ്ട്. ക്യാൻസർ മാറിയിട്ടുണ്ട്. 30 വർഷമായി കുട്ടികളില്ലാത്തവർക്ക് നൽകിയിട്ടുണ്ട്. ഈ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ ഇൽമിന്റെ സദസ്സിലേക്ക് പറയ അൽഹംദുലില്ലാഹ് ഇപ്പൊ എനിക്കത് കൊടുക്കാൻ കഴിവുണ്ട് റബ്ബേ. ഞാൻ ഈ സദസ്സിൽ പറയുകയാ ഒരു ദുആയുടെ ഇജാബത്തിന് വേണ്ടി എന്റെ മക്കൾക്ക് വേണ്ടി ഉസ്താദേ 6666 ആയത്തുകൾ കാണാതെ പഠിച്ച ഹാഫിളാവണം. 40 പേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ പൊന്നുമോഹം കൊണ്ടുപോകണം, എന്റെ പൊന്നുമോള് കൊണ്ടുപോകണം. എന്റെ കടം മാറണം, എന്റെ രോഗം മാറണം. ഏത് പ്രയാസമാണെങ്കിലും ഇൻഷാ അല്ലാഹ് അല്ലാഹു മാറ്റിത്തരട്ടെ. 6666 രൂപ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. കഴിവുള്ള സഹോദരങ്ങൾ 34,789 പേര് ഇതേവരെ ഇതേപോലെയുള്ള സദസ്സുകളിൽ കൈ പൊക്കി പറഞ്ഞിട്ടുണ്ട്. എല്ലാ സദസ്സിലും ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ അവരാരാണെങ്കിലും അവരെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ നിന്നൊരു സഹോദരൻ ആദ്യം എഴുന്നേറ്റിട്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലേക്ക് ഉസ്താദ് അതിൽ 790 ആളായി റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ചാനൽ സൗണ്ട്സിന്റെ റിയാസ് 6666 രൂപ റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ്. ലോകത്ത് ഓരോ രാത്രിയിലും 10,000 ആമീൻ പറയുമ്പോ ആ ചെറുപ്പക്കാരനെ ആഗ്രഹം കൊണ്ട് പറഞ്ഞു കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സൽസ്വഭാവികളാക്കണേ അല്ലാഹ്. ഉപ്പാക്കും ഉമ്മാക്കും ഖൈറായ സൽസ്വഭാവികളായ മക്കളാക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്.